ഈ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് നമുക്ക് വളരെ പരിചിതമായ ഒരു തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു തിരുവെഴുത്ത്, 91 സങ്കീർത്തനം, അതിൻ്റെ 10 വാക്യം. സങ്കീർത്തനം 91:10. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ആമേൻ. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. മതി. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രി ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. ഇന്ന് രാത്രി തിരുവചനം ധ്യാനിപ്പാൻ കൃപയും അഭിഷേകവും പകരണം. അവിടുത്തെ ദാസിദാസന്മാരെ എല്ലാവരെയും ആശീർവദിക്കണം. കഴിഞ്ഞ നാടുകളിലൊക്കെ ഇവിടെ വന്ന് ശുശ്രൂഷിച്ച കർത്തൃദാസന്മാർ, ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ എല്ലാവരെയും ആശീർവദിക്കണം. ഇപ്പോൾ ഞങ്ങളോടുകൂടെ പലയിടങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണം. പുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ശുശ്രൂഷയെ പറ്റി ലാലുജാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ആരാ എന്തുവാന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് സണ്ണിച്ചായൻ്റെ അവിടെയാ യോഗം. അപ്പം വേറൊരു പേരിലാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പേരങ്ങ് തെറ്റിപ്പോയി. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, കൂറ്റൻ സണ്ണിച്ചായനാണോ? അപ്പം ഞാൻ ചിന്തിച്ചു, വലിയ കൂറ്റൻ ആളാ. വന്നപ്പം മനസ്സിലായി കൂറ്റൻ തന്നെ. ദൈവത്തിന് മഹത്വം. അപ്പം ഞാൻ എന്നെ കൊണ്ടുവന്ന സന്തോഷം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, ഇവിടുത്തെ ടെലിഫോൺ ഇല്ലയോ? അതാ. അത് കൂറ്റനാ. അപ്പം ഈ മാന്യ കർത്തൃദാസനെ ഈ ദേശത്ത് വെച്ച് ഇങ്ങനെ കാണുവാൻ ദൈവം അവസരം തന്നല്ലോ. ചിലരെ കഴിഞ്ഞ ദിവസം യോഗത്തിലൊക്കെ കണ്ടു, പരിചയപ്പെട്ടു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചുരുങ്ങിയ ദിവസത്തേക്കാണ് ഈ രാജ്യത്ത് വന്നത്. അതിന് പ്രിയ മുഖാന്തരം ലാലുജാനാണ്. അപ്പം നാട്ടിൽ പിള്ളേർക്ക് എക്സാമിൻ്റെ സമയമാണ്. അപ്പം പെന്തിക്കോസുകാരൊഴിച്ച് മറ്റാരും പെന്തിക്കോസുകാരെ യോഗം മാറ്റി വെച്ചിട്ടുള്ളൂ. മറ്റുള്ളവരെല്ലാം അവരുടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. റോഡ് വരെ ബ്ലോക്ക് ആകുക. പെന്തിക്കോസുകാർ ഒരേ കാരണം നോക്കിയിരിക്കുന്നത് കൊണ്ട് ഇതൊരു കാരണമായി. അപ്പം എന്തായാലും 2 ആഴ്ച കൺവെൻഷനുകളില്ല. അപ്പം ലാലുജാൻ വിളിച്ചു ചോദിച്ചു, എങ്ങനെയാ? ഞാൻ പറഞ്ഞു, 2 ആഴ്ചത്തേക്ക് കൺവെൻഷന് വേണേൽ 2 ആഴ്ച വരാം. എനിക്ക് നാളെ മുതൽ ബുധനാഴ്ച മുതൽ കൺവെൻഷൻ എല്ലാ ദിവസവും ഉണ്ട്. അങ്ങനെ പെട്ടെന്നാണ് ഇങ്ങനൊരു ക്രമീകരണം ഒരുക്കിയത്. അപ്പം ഞാൻ പെട്ടെന്ന് ജെയ്സനെയും ബിബിനും ഞങ്ങൾക്ക് 3 പേർക്കും വരുവാൻ ദൈവം കൃപ നൽകി. അവിടെ സഞ്ജു ബ്രദറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ പാർക്കുന്നത്. വന്ന ദിവസവും പിറ്റേ ദിവസവും ആ സഭയോട്, ഗിൽഗാൽ സഭയോട് ബന്ധപ്പെട്ട് കൺവെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നതറിഞ്ഞ് ചില സഭകളും ശുശ്രൂഷകരും ക്ഷണിച്ചു. ഇവിടെ ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ സഭകളിലും ഉപവാസവും പ്രാർത്ഥനയും നടക്കുകയാണല്ലോ. അത് വളരെ അനുഗ്രഹമാണ്. അനേകം ദൈവദാസന്മാരെ ദൈവം ഈ രാജ്യത്ത് അയക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ചുരുങ്ങിയ സമയം കൊണ്ടാ വന്നെങ്കിലും ചില യോഗങ്ങളിൽ സംബന്ധിപ്പാൻ ദൈവം കൃപ നൽകി. ഞാൻ ഈ അഹങ്കരിച്ച് പറയാന്ന് ചിന്തിക്കരുത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഏത് രാജ്യത്ത് ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ വിളിക്കുമ്പോഴായി പോകുന്നത്, ഇതുപോലെ ആരെങ്കിലും വിളിക്കുമ്പോൾ പോകും. വളരെ പ്രാഗൽഭ്യത്തോടെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ആരെയും അങ്ങോട്ട് വിളിച്ച്
എനിക്കൊന്ന് വരണം, എന്നെ ഒന്ന് കൊണ്ടുപോകാമോ, എന്നെ ഒന്ന് കൊണ്ടുപോകണം എന്ന് ഇതുവരെ പറയാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെ പറയുന്നത് തെറ്റാണെന്നോ മോശമാണെന്നോ അത് ഒന്നും ഞാൻ പറയത്തില്ല. ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണ്. എന്നാൽ എനിക്ക് അങ്ങനെ പറയുവാനായിട്ട് ഇതുവരെ ഇടയായിട്ടില്ല. ഇങ്ങോട്ട് ആരെങ്കിലും വിളിക്കും, അപ്പം പോകും. നാളത്തെ എനിക്കറിയത്തുമില്ല. ഇനിയും നാളത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പം വിളിച്ചാൽ അല്ലെങ്കിൽ ചോദിച്ചാൽ അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ വിളിച്ചും ക്ഷണിച്ചും വരുന്നവർ തെറ്റുകാരാണെന്നോ വന്നത് ശരിയല്ലെന്നൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ എൻ്റെ ചെറിയ അനുഭവത്തിൽ തന്നെയുമല്ല, ഏത് രാജ്യത്ത് ചെന്നാലും അവിടെയുള്ള ശുശ്രൂഷകരെ വിളിച്ച് ഒരു മീറ്റിംഗ് ക്രമപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരു യോഗത്തിന് വിളിക്കണം, എനിക്കൊന്ന് വരണം എന്ന് പറയാറില്ല. അത് അഹങ്കരിച്ചിട്ടല്ല. കാരണം ഞാൻ ചെല്ലുന്നതിന് മുമ്പേ അവിടെ ധാരാളം ദൈവദാസന്മാരൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഡേറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യും. ഞാൻ നാട്ടിലൊരു 10-25 കൊല്ലം കൊണ്ട് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നയാളാണ്. നിരന്തരം അനേക വ്യക്തികളെയും കുടുംബങ്ങളെയും ദേശത്തേക്ക് എനിക്ക് പരിചയമുണ്ട് ദൈവകൃപയാൽ. അപ്പം ഏത് രാജ്യത്ത് ചെന്നാലും പരിചയപ്പെട്ടു വരുമ്പോഴെല്ലാം ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ വിളിച്ചാൽ ഒഴികഴി പറയാനൊക്കത്തില്ല. അവർ പെട്ടെന്ന് പ്രയാസപ്പെടും. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഡേറ്റ് കൊടുത്തതായിരിക്കും, ചിലപ്പോൾ അവരെ മാറ്റിയേച്ചായിരിക്കും എന്നെ അങ്ങോട്ട് വെക്കുന്നത്. അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. അല്ല പിണങ്ങിയിട്ടോ അഹങ്കരിച്ചിട്ടോ ഒന്നുമല്ല. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞ്, ഇപ്പം ഞാൻ ഈ ദോഹയിലിരുന്ന് ഒരുമാതിരിപ്പെട്ടവരെ എല്ലാം എനിക്ക് പരിചയമാണ്. അവരുടെ വീടുകളും ആൾക്കാരും വേണ്ടപ്പെട്ടവരും. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് വിളിച്ചാൽ പലർക്കും അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് വിളിക്കാറില്ല. പിണങ്ങിയല്ല, അഹങ്കാരം കൊണ്ടുമല്ല, മറ്റുള്ളവർക്കൊരു പ്രയാസമാകരുത്. ഇന്ന് വരെ അങ്ങനെയാ പോകുന്നത്. നാളെ ദൈവത്തിൻ്റെ ഹിതം പോലെ പോട്ടെ. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ ദേശത്തുള്ള അനേക ദൈവദാസന്മാരെയൊക്കെ പരിചയമാണ്. പിന്നെ എനിക്ക് വളരെ അടുത്ത് ഉള്ള ചില സ്നേഹിതരുണ്ട്. അവരെ ഞാനൊന്ന് വിളിക്കും. അതെന്തിനാന്ന് വെച്ചാൽ ലോഹ്യം പറയാൻ, മീറ്റിങ്ങിനല്ല. എന്തുകൊണ്ട് വിശേഷം അല്ലെ അവർ പിന്നെ പറയും, എന്നാലും ഈ രാജ്യത്ത് വന്ന് ഞങ്ങളെ ഒന്ന് താനെ വലിയ പുള്ളിയായെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക്. അപ്പം അത് വേണ്ട എന്നോർത്ത് ചിലരെ, അതും എല്ലാവരും ഒന്നും വിളിക്കാൻ ഒക്കുന്നില്ല. അപ്പം ഈ 2 ആഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ ലാലിച്ചായൻ പറഞ്ഞു, എങ്ങനെയാ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മീറ്റിങ്ങിന് വരാം. അപ്പം ആരെങ്കിലും വിളിച്ച്, ഞാൻ പറഞ്ഞത് തന്നെ ക്രമീകരിച്ചു. ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ. അങ്ങനെ ആ യോഗങ്ങൾ ക്രമീകരിച്ചത് വളരെ അനുഗ്രഹമായിരുന്നു. ഈ പേർഷ്യയിലും അമേരിക്കയിലും വരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ആത്മഭാരം കൊണ്ട് വരുന്നതല്ല, ഞാൻ സഹിതം കാശിന് വരുന്നതാണ്. എല്ലാവരും ആത്മഭാരം ഉണ്ടാകുമ്പം ഇങ്ങോട്ടെന്തിനാ വരുന്നേ? ആത്മഭാരം കയറുമ്പം വിമാനത്തെ കയറുണ്ടല്ലോ, വള്ളത്തെ കയറാം, കുട്ടനാട്ടിൽ ഹൈറേഞ്ചിലോട്ട് പോകാം. അപ്പം ഇവിടെ ഞാൻ സഹിതം 1-ാം പ്രതി ഞാനാ ഇവിടെ വരുന്നത്. ആത്മഭാരം കൊണ്ട് വരുന്നതല്ല, കാശിന് വരുന്നതാണ്. പിന്നെ അത് വെറുതെ ലഭിക്കേണ്ട ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. ആടിനെ കൊണ്ട് ജീവിക്കുന്ന ആളതിൻ്റെ പാല് കൊണ്ട്, ഇതൊക്കെ വേദപുസ്തകത്തിലെ പ്രമാണമാണ്. തന്നെയല്ല, ചില ആൾക്കാർ നാട്ടിലൊക്കെ പറയാറുണ്ട്, എനിക്ക് ആരുടെ ഒന്നും വേണ്ട, ഞാൻ കർത്താവിൻ്റെ വേല. അത് ചുമ്മാ വിഡ്ഢിത്തമായി പറയുന്നത്, വിഡ്ഢിത്തം പറയുന്നതാണ്. ദാവീദ് പറഞ്ഞത്, സകലതും നിങ്കൽ നിന്ന, നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങി അങ്ങോട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇതൊന്നും നമ്മുടെ കഴിവോ മിടുക്കൊന്നുമല്ല, എല്ലാം അവിടുത്തെ ഹിതമാണ്. ആട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈ മാന്യ സഭയിൽ വരുവാൻ ദൈവം കൃപ നൽകി. ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ അവസരം ഒരുക്കി തന്നതിന് ദൈവത്തിനും മഹത്വം. കർത്താവിന്റെ ദാസൻ സണ്ണിച്ചായനും കൂട്ട് സഹോദരന്മാർക്കും നന്ദിയും ചൊല്ലുന്നു.
ചൊവ്വാഴ്ച ഞങ്ങൾ തിരികെ പോകുകയാണ്. ബുധനാഴ്ച മുതൽ നാട്ടിൽ തുടർമാനം കൺവെൻഷനുകളുണ്ട്. നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ തിരുവല്ലയിൽ ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്. അപ്പം നിങ്ങളെയും ക്ഷണിക്കുക. ഒരു സഭായത്തിനെങ്കിലും ഒന്ന് വാ. നിങ്ങൾ നാട്ടിൽ മെമ്പർഷിപ്പ് എടുത്തെടുത്ത് മുടക്കരുത്. അവരോട് പറഞ്ഞേച്ചേ വരാവുള്ളൂ. ഞങ്ങൾ ഒരാഴ്ച കാവാലം പാസ്റ്ററുടെ അവിടുത്തെ ആ സഭയിലൊന്ന് പോവുക എന്ന് പറഞ്ഞേച്ചേ വരാവുള്ളൂ. അല്ലെ പിന്നെ അവർ വെപ്രാളം പിടിക്കും. ആ ഒരാഴ്ച വന്നേച്ച് പിന്നെ മെമ്പർഷിപ്പ് ഉള്ളിടത്ത് പോവുകയും ചെയ്യണം. അപ്പം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ വരാൻ നിങ്ങളെ അങ്ങ് ക്ഷണിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അല്പസമയം ശാന്തമായിട്ട് നമുക്ക് തിരുവചനം ഒന്ന് ധ്യാനിക്കണം. ഇവിടെ ഈ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. പഴഞ്ചൊല്ല് ഈ അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒത്തിരി ആളൊന്നുമില്ലെങ്കിലും അനേക ദൈവവൃത്തന്മാരെ ഈ സഭ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടു. അത് വളരെ കൃപാവര പ്രാപ്തരും ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നത് അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അന്ത്യം വരെ അങ്ങനെ ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് കൃപയെ നൽകട്ടെ. അങ്ങനെയുള്ള ഈ മാന്യസഭയിൽ വന്ന് ഇന്ന് രാത്രി ഞങ്ങൾക്ക് നിങ്ങളോടൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇങ്ങനെയൊരു ശുശ്രൂഷയ്ക്ക് അവസരം ലഭിച്ചതിൽ ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. മുഖാന്തരം ലാലിച്ചായനും ബഹുമാനപ്പെട്ട സണ്ണിച്ചായനും സഹോദരന്മാർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി തിരുവചനത്തിൽ നിന്ന് അല്പം നമുക്ക് ചിന്തിക്കാം. ചില ദിവസമായിട്ട് ശബ്ദത്തിനൊരു ബുദ്ധിമുട്ടും ആവിയൊക്കെ ഒന്ന് പിടിച്ച് അതിൻ്റെതായൊരു ചെറിയ പ്രയാസം തൊണ്ടയ്ക്കുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. പിശാചിനോടും കായമോകാദികളോടും പോരടി ചടിമയതിൽ പെട്ടുപോയി ഞാൻ. വൈരിക പിശാചിനോടും കായമോകാദികളോടും പോരടി ചടിമയതിൽ പെട്ടുപോയി ഞാൻ. വൈരിക പിശാചിനോടും കായമോകാദികളോടും പോരടി ചടിമയതിൽ പെട്ടുപോയി ഞാൻ. അടിമയിൻ ലോകം തകർത്താൻ ഉടയ തമ്പുരാനെ നല്ല. അടിമയിൻ ലോകം തകർത്താൻ ഉടയ തമ്പുരാനെ നല്ല. ഇടയനെ ഒരേയാട അടിയനെ കാൺപാർക്കാതെ യേശുവേ കരുണാസന പതിയേ. അട്ടം തിരിയും തന്നെ വീണ്ടുകൾ യേശുവേ കരുണാസന പതിയേ. ഭൂതലത്തിൽ നീ ഒഴിച്ച് ഭൂതലത്തിൽ നീ ഒഴിച്ച് ഭൂതലത്തിൽ നീ ഒഴിച്ച് താതകനികാതരവ് കണ്ടതില്ല സകല മണ്ഡലാധിപ. ഭൂതലത്തിൽ നീ ഒഴിച്ചതാതങ്ങനി ആദരവ് കണ്ടതില്ല സകല മണ്ഡലാധിപ. ചേതതിൽ കൃപയുണ്ടായി നാശമണയാതെ കാത്തു. ചേതതിൽ കൃപയുണ്ടായി നാശമണയാതെ കാത്ത്. ചിത്തചഞ്ചലം അടക്കി ചേർത്ത സൽബുദ്ധി വരുത്തി യേശുവേ കരുണാസന പതിയേ.
നട്ടം തിരിയും എന്നെ വീടുവാൻ യേശുവേ കരുണാസന പതിയേ വൈദിക പിശാചിനോടും വൈദിക പിശാചിനോടും വൈദിക പിശാചിനോടും കാര്യമോ കവികളോടും പോരടി ചടിമ അതിൽ പെട്ടുപോയി വൈദിക പിശാചിനോടും കായമോ കവികളോടും പോരലിൽ മടങ്ങി അടിപ്പെട്ടുപോയി അടിമയലോകർ കൊഴിച്ചു ഉടയ തമ്പുരാനെ നല്ല അടിമയലോകർ കൊഴിച്ചു ഉടയ തമ്പുരാനെ നല്ല ഇടയനെ ഒരേ അടിയനെ യേശുവേ കരുണാസന പതിയേ നട്ടം തിരിയും തന്നെ വീടുവാൻ യേശുവേ കരുണാസന പതിയേ നട്ടം തിരിയും തന്നെ വീടുവാൻ യേശുവേ കരുണാസന പതിയേ കരുണാസന പതിയേ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ കൂടെ വന്ന ബഹുമാന്യ സഹോദരൻ ജെയ്സന്, അദ്ദേഹം എല്ലാ വാദ്യോപകരണങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളാ. മൃദംഗവും വായിക്കും, തബലയും വായിക്കും, വയലും വായിക്കും, നന്നായിട്ട് പാട്ട് പാടും. എന്നേക്കാൾ നന്നായിട്ട് പാട്ട് പാടും. ഞാൻ പാടുന്നതൊന്നും അവകാശപ്പെടുന്നില്ല. സംഗീതം അഭ്യസിച്ച ആളാണ്. കമ്പോസിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ചെറിയ സ്റ്റുഡിയോ എനിക്കൊന്ന് പണി തീർന്നില്ലെന്ന് തോന്നുന്നു, എങ്കിലും വർക്കെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരൻ. സാധാരണ ഞാൻ പല പാട്ടുകാരെയും ഈ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇച്ചിരി കിട്ടിയാൽ മതി, പിന്നെ നിലത്തും താഴെ നിൽക്കുകയല്ല. പ്രസാദം മര്യാദക്കാരനാണ്. ഞാൻ ഇരുത്തിക്കൊണ്ട് പോഴ്ചയൊന്നും പറയുകയല്ല, മര്യാദക്കാരനാണ്. വലിയ ബഹളവും വെപ്രാളവും പരവേശമൊന്നുമില്ല. സ്തോത്രം. പക്ഷെ അങ്ങനെയുള്ളവർക്ക് വലിയ വേദികളൊന്നും ആരും കൊടുക്കുന്നില്ല. പക്ഷെ അവരെ ദൈവം അറിയുന്നുണ്ട്. ഈ ഒന്നും അറിയാൻ മേലാത്തവരെ കിടന്ന് ഇങ്ങനെ അങ്ങ് കണക്കും കാര്യവും ചോദിച്ചാൽ മിക്കവർക്കും അറിയത്തുമില്ല. എന്നാൽ ദൈവം ഇവരെയൊക്കെ ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് പാടാൻ ട്യൂണും സ്വരവും ഒന്നും ഇല്ലെങ്കിലും ജെയ്സന്റെ കണ്ണും കയ്യുമൊക്കെ കണ്ടാ ഞാൻ ഈ ഒരു പരുവത്തിന് നിൽക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ഒന്ന് ധ്യാനിക്കാം. അതിനടിസ്ഥാനമായിട്ട് വായിച്ചത്
വളരെ പരിചിതമായ വാക്യമാണ് 91 സങ്കീർത്തനം 10 വാക്യം. ഒന്നുകൂടെ വായിച്ചു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ഉറപ്പാ. ഈ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകങ്ങൾ. 150 സങ്കീർത്തനങ്ങളാണ്. മോശയുടെ പഞ്ചഗ്രന്ഥവും അതുപോലെ പുതിയ നിയമത്തിൽ യോഹന്നാന്റെ 5 പുസ്തകവും ഈ സങ്കീർത്തനം 150 5 പുസ്തകങ്ങളായിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 3 ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകം 5, മോശയുടെ 5 പുസ്തകം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന് പറഞ്ഞ പോലെ ഈ സങ്കീർത്തനം 150 5 പുസ്തകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ 5 പുസ്തകത്തിലാണ് 150 സങ്കീർത്തനം. ഇതിലേതാണ്ട് 100 സങ്കീർത്തനവും ദാവീദ് എഴുതിയതാണ്. പിന്നീടുള്ള സങ്കീർത്തനം ആസാഫ്, ലേവി ഗോത്രത്തിൽ കോരയ്ക്ക് കുലത്തിൽ ബേരക്യാവിന്റെ മകൻ ആസാഫ് എഴുതിയ സങ്കീർത്തനം പലതുണ്ട്. കോരക പുത്രന്മാര് എഴുതിയ സങ്കീർത്തനം അസൂർ, എൽക്കാന, അബിയാസാബ്, അതാ 3 പേര് കോരകന്റെ പിള്ളേര്. അവര് 3 പേരുടെ സങ്കീർത്തനം എഴുതിയിട്ട് ഹെഡിങ് ഒന്നാ കൊടുത്ത കോരക പുത്രന്മാരുടെ. നമ്മൾ സെപ്പറേറ്റാ കൊടുക്കുന്നത്. അവര് ഒറ്റ വാക്ക് കോരക പുത്രന്മാര് ഐക്യത കാണിക്കുന്നതാ. നമ്മൾ സങ്കീർത്തനം വായിക്കുന്നെങ്കിലും ഐക്യതയൊന്നും ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. അന്നേരം തന്നെ കയ്യും കൊടുക്കുന്നില്ല, മിണ്ടുന്നുമില്ല, കർത്തൃമേശം എടുക്കുന്നില്ല. വായിക്കുന്ന 133. നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോകേണ്ടതിനാ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവര് വളരെ ഐക്യതയോടെ കോരക പുത്രന്മാര്. പിന്നീട് ഈ പുസ്തകം പഠിക്കുമ്പോൾ ശലോമോൻ എഴുതിയ ഒരു സങ്കീർത്തനമുണ്ട്. അല്ലെ, കൃപയിൽ നിന്നിപ്പോ എങ്ങാണ്ട് എഴുതിയതാ. പരുവക്കേടായപ്പോൾ എഴുതിയതുണ്ട്, അത് നമുക്കിപ്പോ എടുക്കണ്ട. അപ്പം ശലോമോൻ എഴുതിയ ഒരു സങ്കീർത്തനം, അതുപോലെ ഏതാൻ്റെതും യദുഥൂൻ്റെതുമായ ചില സങ്കീർത്തന ഭാഗമുണ്ട്. ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹറോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചു. അഹറോന്റെ നിര്യാണത്തിൽ ജനം വിലപിച്ചപ്പോൾ അഹറോന്റെ അനുജനാകുന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ ശ്രദ്ധേയമേറിയ പ്രാർത്ഥന 90 സങ്കീർത്തനം. ഇത് അങ്ങനെ കുടുംബ പ്രാർത്ഥനയിലൊന്നും എല്ലാവരും വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഭായത്തിനും വായിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കൂടുതലും മരണ വീടുകളിലാണ് വായിക്കുന്നത്. തൊട്ടടുത്ത സങ്കീർത്തനമാണ് 91. അതാണ് നമ്മൾ ഇന്ന് അതിൻ്റെ 10ാം വാക്യം വായിച്ചത്. ഈ 90, 91 സങ്കീർത്തനത്തെ പറ്റി പറയുന്നത് 90ാം സങ്കീർത്തനം മോശെ എഴുതിയ സങ്കീർത്തനമാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, അതിന്റെ തലക്കെട്ട് എങ്ങനെ ഒന്ന് വായിച്ചേ. ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. ദൈവപുരുഷനായ മോശെ. ദൈവപുരുഷൻ. ഇടയ്ക്ക് കയറി ഒരു കാര്യം പറഞ്ഞ ശേഷം നമുക്ക് 91 വരാം. ഒന്നുകൂടെ ആ ഹെഡിങ് വായിച്ചേ. ദൈവപുരുഷനായ ദൈവപുരുഷൻ. വേദപുസ്തകം പഠിച്ചാൽ ധാരാളം ദൈവപുരുഷന്മാരെ പറ്റി പുസ്തകത്തിലുണ്ട്. ഈ ദൈവപുരുഷനാകുക എന്നുള്ളത് ഒറ്റ രാത്രി കൊണ്ട് കിട്ടുന്നതല്ല. ഇപ്പം കാശ് കൊടുത്താൽ ഒറ്റ രാത്രി കൊണ്ട് ഡോക്ടറേറ്റ് കിട്ടും. ഡോളർ ഇറക്കണമെന്നേ ഉള്ളൂ, പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ. കാശ് കൊടുത്താൽ മിക്ക കാര്യങ്ങളും ലഭിക്കും. കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പൊക്കെ വിദേശ രാജ്യങ്ങൾ വരുന്നവരോട് അറബി ചോദിക്കും സർട്ടിഫിക്കറ്റ് തരാൻ. അന്നേരം കല്യാണക്കുറിയാ കൊടുക്കുന്നത്. നല്ല ഗിൽറ്റും ഒക്കെ വെച്ചത്. ഇവർക്ക് അത്രയ്ക്ക് അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒന്നും വിദ്യാഭ്യാസം ഇല്ല. അപ്പം നോക്കുമ്പോൾ നല്ല തിളക്ക 4 വശവും പേരുമൊക്കെ ഉണ്ട്. എല്ലാവരുടെയും കാര്യമല്ല. ഒരാളോട് ചോദിച്ചെന്നാ പറഞ്ഞത് ഏത് യൂണിവേഴ്സിറ്റി. പുള്ളി പറഞ്ഞു കുമ്പനാട് യൂണിവേഴ്സിറ്റിയാണ്.
ഇന്ന് വരെ അങ്ങനെ യൂണിവേഴ്സിറ്റി ഇല്ല. കുമ്പനാട് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ. വേറൊരാൾ നാട്ടിൽ വന്ന് ചോദിച്ചു ജോലി എന്തുവാന്ന് ചോദിച്ചാൽ പറഞ്ഞു ടീ മേക്കർ. ഇംഗ്ലീഷിലായതുകൊണ്ട് അവർക്ക് അത്ര. അപ്പം പുള്ളി കൊടുത്ത് ഭയങ്കര ജോലിയായിരിക്കുമെന്ന്. അത് നല്ല ജോലിയാ. പിന്നെ അത് കണക്കിന് പഞ്ചസാരയും പാലും ഒക്കെ ചേർത്ത് ഈ അടിക്കുന്നതിലുമുണ്ട്. പണ്ട് നാട്ടിൽ സായിപ്പ് വന്നപ്പോൾ എല്ലാം ചായ എടുത്തു പുള്ളിയും പറഞ്ഞ് 2 മീറ്റർ ചായ തരാൻ. കാരണം പുള്ളി കൊടുത്ത് ഈ മീറ്റർ കണക്കിന് തീർച്ചയുള്ളവന് പെട്ടെന്ന് കൊടുക്കും. അപ്പം സായിപ്പ് ഓർത്തത് മീറ്റർ കണക്കിനാണ് ഇവിടെ വെച്ചാൽ പുള്ളി പറഞ്ഞ് 2 മീറ്റർ തരാൻ പറഞ്ഞു. അപ്പൊ ഈ 90-ാം സങ്കീർത്തനം മോശയുടെ ഒരു പ്രാർത്ഥനയാ. ദൈവപുരുഷൻ ഓർപ്പിച്ചല്ലോ, ഒറ്റ രാത്രി കൊണ്ടൊന്നും ദൈവപുരുഷനാകാൻ ഒക്കത്തില്ല, അതിന് വില കൊടുക്കണം. മോശയെ പറ്റി എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് ഈ ഒരു പദമുണ്ട്, ഫറവോന്റെ പുത്രിയുടെ മകൻ. അങ്ങനൊരു പദമുണ്ട്. ഒന്ന് വായിച്ചേ, 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ചേ. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. അടുത്ത വാക്യം, രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അടുത്തത്, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അടുത്ത പദം, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് ഫറവോന്റെ പുത്രിയുടെ മകൻ മകൻ അത് മതി, ഫറവോന്റെ പുത്രിയുടെ മകൻ. അപ്പൊ ചെറുപ്പത്തിലെ മോശയെ അറിഞ്ഞിരിക്കുന്നത് ഫറവോന്റെ പുത്രിയുടെ മകൻ. മോശ എവിടെ പയ്യനേതാ? അത് ഫറവോന്റെ പുത്രിയുടെ മോന. മോശയെ ചൂണ്ടിക്കാണിച്ചോണ്ട് അതാണ് ഫറവോന്റെ പുത്രിയുടെ മകൻ. കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോഴും എല്ലാവരും പരിചയപ്പെടുത്തുന്നത് ഫറവോന്റെ, കാരണം മോശ മിസ്രൈമരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചെന്ന വിദ്യാഭ്യാസം ഉള്ളവനാ. അപ്പൊ പഠിക്കുന്ന സ്ഥലത്തും പരിചയപ്പെടുത്തുന്നത് ഫറവോന്റെ പുത്രിയുടെ. ഇടയ്ക്ക് കയറി പറയുന്നതേ ഉള്ളൂ, ഈ ഫറവോന്റെ പുത്രിയുടെ മകൻ എങ്ങനെ ദൈവപുരുഷനായത്? ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് പലരും ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പേരിനാ താല്പര്യം. 90% ആൾക്കാർക്ക് എങ്ങനെയും ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള പേര് കിട്ടണം. അതിനെന്ത് ബത്തപ്പാടാന്നറിയാമോ? ഒരു കാലത്ത് ഇവർ ദൈവപുരുഷന്മാരായിരുന്നു, ഇപ്പൊ അവർക്കത് വേണ്ട. ഇപ്പൊ അവർക്ക് അതുകൊണ്ട് പഴയ സ്ഥലത്തോട്ടൊക്കെ പോകുന്നവരുണ്ട്, ജിബ്ബായുടെ നീളം കൂട്ടി അത് പിന്നെ നീളം കൂട്ടി അങ്ങ് മനസ്സിലായി കാണും. ഷർട്ടായിരുന്നു ആദ്യം, പോട്ടെ. അത് കൂട്ടി മുണ്ട് കളഞ്ഞേച്ച് പറഞ്ഞെന്നാ പിന്നെ മൊത്തം അങ്ങ്. നേരത്തെ മുണ്ടും ഷർട്ടും ആയിരുന്നു. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന പേര് കിട്ടാൻ വേണ്ടി കളഞ്ഞ് പാവത്താനെ വടിയൊക്കെ ആയിട്ടിരിക്കുന്ന കണ്ട സൂക്ഷം ഫറവോൻ ഇരിക്കും പോലെ തന്നെ. ഒരു കാലത്ത് ദൈവപുരുഷൻ, ദൈവവൈതൽ, ദൈവദാസൻ എന്ന പേരായിരുന്നു. അത് കാലക്രമേണ വന്നപ്പോൾ എല്ലാവരും ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പേരെടുക്കാൻ നടക്കുക. എന്നാൽ മോശയുടെ വിശേഷത ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള പേര് വേണ്ടാന്ന് വെച്ചു. ദൈവപുരുഷൻ. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് അധികം വിവരിക്കുന്നില്ല. ദൈവപുരുഷനാകാൻ ഒത്തിരി വില കൊടുക്കണം. ഒറ്റ രാത്രി കൊണ്ട് കിട്ടത്തില്ല. ഒരാഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടൊന്നും കിട്ടുന്നതല്ല. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എടുക്കേണ്ടതാണ്. മോശയെ പറ്റി ധാരാളം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. മോശയെ പറ്റി ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. ഒരിക്കല് ദൈവം മോശയോട് പറഞ്ഞു, മോശേ
ദൈവപുരുഷനാകാനുള്ള കാര്യമാണ്. മോശയോട് ദൈവം പറയാം, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നെന്ന്. ദൈവം പറയാം, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. നമ്മളെപ്പറ്റി ഇങ്ങനെ ദൈവം പറയണം. പലരെ പറ്റിയും ദൈവത്തിന് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഈ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന്? എല്ലാ കൺവെൻഷനും എല്ലാ യോഗത്തിനും വന്ന് കുത്തിയിരിപ്പുണ്ട്. പക്ഷെ ഇവന്റെ ഉദ്ദേശം എന്നാന്ന് ദൈവത്തിന് ഇതുവരെയും ദൈവത്തിന് പിടികൊടുക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അടുത്തറിഞ്ഞു. നമ്മളെ അടുത്തൊന്ന് അറിയണം. ആ വാക്യം നിങ്ങൾ കണ്ടോ? ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, അതുകൊണ്ട് നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന്. നിങ്ങൾ ആ വാക്യം എടുത്തവരൊന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിന്റെ 17 വാക്യം. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. അടുത്തത്, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു. മതി മതി. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. പ്രിയരെ, ദൈവം നമ്മളെ നല്ലതുപോലെ അടുത്തറിയണം. സ്റ്റേജിൽ ഞാൻ നിന്നാൽ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. എൻ്റെ കൂടെ പാർക്കുകയോ ജീവിക്കുകയോ സഹകരിക്കുകയോ നിരന്തരം ചെയ്യുമ്പം നിങ്ങൾക്കറിയാം ഞാൻ ആരാണ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ തലയെ തുണിയിട്ട് ഗ്ലോറി വിറ്റർ എന്ന് പറഞ്ഞാലൊന്നും എനിക്ക് പിടികിട്ടുകയില്ല. ഇവർ മീശയൊക്കെ വെടിച്ച് ഇരുന്ന് ഒന്നും പിടികിട്ടുകയില്ല. നമ്മൾ അടുത്തിടപെടുമ്പോൾ അറിയാം. അപ്പൊ ദൈവം മോശയെ അടുത്തറിയാൻ പറയാൻ കാര്യം നന്നായിട്ട് മനസ്സിലാക്കി. ഞാൻ എന്നെ പ്രതിയാക്കിയായി പറഞ്ഞു. സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചാലൊന്നും ആൾക്കാരെ പിടികിട്ടുകയില്ല. പ്രസംഗം കേട്ടത് കൊണ്ടൊന്നും ആളിനെ, പ്രസംഗം എന്നുള്ളതൊരു കലയാ. പിന്നെ ആത്മീയ ശുശ്രൂഷയിൽ അല്പം ട്രിക്കൂടെ ഉണ്ടെങ്കിൽ ഇതിൽ ഒക്കും ഉണ്ട്, കുറച്ചുകൂടെ എഫക്റ്റാ. ഇന്ന് രാത്രി അത് നമ്മൾ കയ്യിൽ നിടുന്നതാ. ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് ഇന്ന് രാത്രി അന്തരീക്ഷം മാറുന്ന കണ്ടോ? ദൈവ പൈതല്, അങ്ങനെ ദൈവ പൈതല് എന്തോ അതിന് പറയുന്ന വൈബ്രേഷനോ? അപ്പൊ ഇത് അതിനകത്തൊക്കെ ഉള്ള ഒരു ട്രിക്കുകളാ. ചുമ്മാ ഒരാളെ കാണുമ്പോൾ പറഞ്ഞാൽ മതി ചില വിഷയങ്ങളുണ്ടെന്ന്. ആർക്കാ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിഷയമില്ലേ? ആർക്ക് ഒരു വിഷയമില്ലാത്തൊരു കൈ പോക്കിക്കുക. നിങ്ങൾക്ക് വേറെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ വിഷയമുള്ളവരാ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. പുൾപിറ്റിൽ നിന്നത് കൊണ്ടോ 1 മണിക്കൂർ പ്രസംഗം കേട്ടത് കൊണ്ടോ മെസ്സേജ് കേട്ടത് കൊണ്ടൊന്നും ആൾക്കാരെ അടുത്തറിയാനൊക്കത്തില്ല. അടുത്തിടപെടണം. നാട്ടിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. കൂടെ കിടക്കുന്നവനെ രാപനെ അറിയുള്ളൂ. സ്തോത്രം. പൂർണ്ണമായിട്ടല്ലെങ്കിലും ചില ഭാര്യമാർക്ക് ഭർത്താവ് ആരാന്ന് കുറച്ചൊക്കെ അറിയാം. എല്ലാം ഒന്നും അല്ല അറിയത്തില്ല, കുറെയൊക്കെ. ചില ഭർത്താക്കന്മാർക്കും അറിയാം ഭാര്യ ആരാന്ന്. പൂർണ്ണമായിട്ടൊന്നും അറിയാനൊക്കത്തില്ലെങ്കിലും ഏറെക്കുറെ അറിയാം. പക്ഷേ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഒരാള് സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചപ്പം ക്ഷമ എന്നുള്ളതാ പുള്ളിയുടെ വിഷയം. ക്ഷമ, ദീർഘക്ഷമ. നന്നായിട്ട് പ്രസംഗിച്ചു. അപ്പം ഭാര്യ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, പുള്ളിയെ സ്റ്റേജിൽ തന്നെ നിർത്തിക്കോണം, ഭക്ഷണമൊക്കെ അവിടെ തന്നെ തന്നേക്കാന്ന് പറഞ്ഞു. കൊണ്ട് കൊടുക്കണമെന്നല്ല ഉള്ളു. രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയും, ഉച്ചയ്ക്ക് പുള്ളിയുടെ ഇഷ്ടമുള്ള ചാപ്പാടും, വൈകിട്ട് ചപ്പാത്തിയോ ഒറോട്ടിയോ. അവിടെ നിറക്കരുത്, അവിടെ തന്നെ. മനസ്സിലായി കാണും.
വീട്ടിൽ വന്നാൽ മെനക്കേടാ, അതുകൊണ്ടാ. പക്ഷെ തമ്പുരാൻ മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞു. അതിന് ഒരു ദൃഷ്ടാന്തം തരാം. എൻ്റെ വിഷയം അതല്ലെങ്കിൽ ഞാൻ 91 എടുത്തപ്പോൾ 90-ലോട്ടൊന്ന് കയറിയ ഇങ്ങോട്ട് വരിക. അങ്ങനെ ആണല്ലോ നമ്മൾ കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ അടുത്ത വീട്ടിലൊന്ന് കയറുമല്ലോ. പണ്ടൊക്കെ അങ്ങനെ. ഇപ്പൊ പിന്നെ പിള്ളേർ തന്നെ എല്ലാം ആലോചിച്ച് അവർ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്, നമുക്ക് വലിയ വെത്തപ്പാടും. പണ്ട് കാലത്ത് അങ്ങനെ കല്യാണം ആലോചിക്കുമ്പോൾ അടുത്ത വീട്ടിലൊന്ന് തിരക്കും. പണ്ടൊക്കെ നടന്നാ പോകുന്നത്. തിരക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഏറെക്കുറെ പിന്നെ അങ്ങനെ പണ്ട് ഒരു കല്യാണം ആലോചിക്കാൻ പോയപ്പോഴേ അടുത്ത വീട്ടിൽ ചെന്ന് ചോദിച്ച്, നിങ്ങൾ എവിടെ പോകാൻ? അവർ കഴിഞ്ഞു, ഞങ്ങളെ അപ്പുറത്തെ ആ പെങ്കൊച്ചിനെ ഒന്ന് കാണാൻ പോകാൻ, ഞങ്ങളുടെ ചെറുക്കന്. അപ്പം വന്നതിലൊരാൾ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. ഉടനെ ആ വീട്ടുകാർ പെണ്ണ് മോശമാണെന്നോ വീട്ടുകാർ മോശമാണെന്നോ ഒന്നും പറഞ്ഞില്ല. അവർ വളരെ പരിജ്ഞാനത്ത് പറഞ്ഞു, ആ തോടുള്ളത് കൊണ്ട് അവിടെ തച്ചായൻ രക്ഷപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം പെണ്ണിൻ്റെ അമ്മ ഇയാളെ തല്ലാനിട്ട് ഓടിക്കും. അപ്പനെ തല്ലാൻ ഓടിക്കുമ്പോൾ അയാൾ നീട്ടി തോട്ടിലോട്ടങ്ങ് ചാടും. തോടുള്ളത് കൊണ്ട് അവിടെ തച്ചായൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവിടെയും തോടുണ്ടോ എന്ന് ചോദിച്ചു. മനസ്സിലായില്ല. അപ്പൊ അടുത്തൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാ എന്ന് പറഞ്ഞ പോലെ 91 എടുത്തപ്പോ 90-ലോട്ടൊന്ന് വന്ന് ഇങ്ങോട്ട് വരാം. അതിന് പറഞ്ഞതാ. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അതിനൊരു തെളിവ്, ഒരു ഉദാഹരണമല്ല, വചനത്തിൽ നിന്നാ അടുത്തറിഞ്ഞത്. മോശയുടെ ആ സ്വഭാവ വൈശിഷ്ട്യം. ഒറ്റ രാത്രി കൊണ്ടൊന്നും ദൈവപുരുഷനാകത്തില്ല. അതിനായി പറഞ്ഞത്. ചുമ്മാ ഇരിക്കുമ്പം പേപ്പറിൽ കാണാം ഡോക്ടർ റവറൻഡ് സോയാൻസോ. അയ്യോ, നമ്മൾ അറിഞ്ഞു പോലുമില്ല പുള്ളി ഡോക്ടർ. ഒറ്റ രാത്രി കൊണ്ടൊക്കെ ഒറ്റ രാത്രി കൊണ്ടാണ് പാസ്റ്റർ ആകുന്നത്. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ദൈവപുരുഷനാകാനൊക്കത്തില്ല. ദൈവപുരുഷനാകണമെങ്കിൽ ദൈവം അടുത്തറിയണം. മോശയെ ദൈവം അടുത്തറിഞ്ഞു. അതിനൊരു ദൃഷ്ടാന്തം ഒത്തിരി ഉണ്ട്. ഒരു കാര്യം പറയാം. ഇസ്രായേലെ കാളക്കുട്ടിയെ ഉണ്ടാക്കി. കാളക്കുട്ടിയെ മോശ വരാൻ വൈകിയപ്പോൾ പെണ്ണുങ്ങളെല്ലാം കൂടെ കുണുക്ക് പറിച്ചു കൊണ്ട് കൊടുത്തു. അത് അഹരോന്റെ കൈ. അഹരോൻ പറഞ്ഞതെല്ലാം ഇനി തരാൻ പറഞ്ഞു. അതുങ്ങൾ അതെല്ലാം ഊരിക്കൊണ്ട് കൊടുക്കുകയും ചെയ്തു. എനിക്ക് ആ ഊരിയതും കൊടുത്തത് മാത്രമല്ല, ഞാൻ അഭിനന്ദിക്കുന്ന അഹരോനെയാ. പുള്ളി അതുമായിട്ട് മുങ്ങിയില്ലല്ലോ. അതല്ലേ വലിയ കാര്യം. ഈ പെണ്ണുങ്ങള് കുണുക്കും എല്ലാം കൂടെ പറിച്ചു കൊടുത്ത് ഇന്നത്തെ ഒരുമാതിരിപ്പെട്ട അഹരോനൊക്കെ ആണെങ്കിൽ അതുമായിട്ട് മുങ്ങും. പിന്നെ നമ്മൾ പേപ്പർ കൊടുക്കണം, ഡോക്ടർ റവറൻഡ് അഹരോനെ കാണാനില്ല. ആരെങ്കിലും കാണുകയാണെങ്കിൽ താഴെ പറയുന്ന ഫോൺ നമ്പറിലോ പോലീസ് സ്റ്റേഷനിലോ. അഹരോൻ മുങ്ങിയില്ല. പുള്ളി അതുകൊണ്ട് ലക്ഷണമൊത്തൊരു കാളക്കുട്ടിയെ വാർത്തു. കൊത്തുളി. അപ്പൊ ഈ മിസ്രൈമിൽ നിന്ന് പോന്നെങ്കിൽ ഉളി ഒന്നും കളഞ്ഞിട്ടില്ല. അല്ലെ മരുഭൂമിയിൽ എവിടെ ഉളി? അവിടെ നിന്ന് പോന്നപ്പോഴേ പിന്നെ കൊട്ടുപടിയും കൊത്തുളിയും എല്ലാം ഉണ്ട്, എല്ലാവരുടെയും കയ്യിലുണ്ട്. പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എടുത്തൊന്ന് അടിക്കുന്നേ. സാക്ഷിക്കൊക്കെ എടുത്ത് വല്ലപ്പോഴും വന്ന് എല്ലാത്തിൻ്റെ കൈ ഉളിയൊക്കെ ഇരുമ്പുണ്ട്. കൊത്തുള്ളി മാത്രമേ, നല്ല വീതുളിയുള്ള ആൾക്കാരും വീതുളിയൊക്കെ ഉണ്ട്. ചിന്തേരും മുഴക്കോലും ഒക്കെ ഉണ്ട്. അപ്പൊ കൊത്തുള്ളി കൊണ്ട് ലക്ഷണമൊത്തൊരു കാളക്കുട്ടിയെ കണ്ട ഉടനെ ഇവർ പറഞ്ഞു, ഇസ്രായേലെ നിന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് ദൈവം തേണ്ടെന്ന്. പുല്ല് തിന്നുന്ന കാളയെ ദൈവത്തിന് സാദൃശ്യപ്പെടുത്തി. ഇഷ്ടപ്പെട്ടില്ല ദൈവത്തിന്. എന്തിനേറെ മോശെ ഇറങ്ങി വന്നപ്പോ കാളയും ബഹളവും ഓളവും മേളവും ഭയങ്കര. നമ്മളതിന് കൊടുക്കുന്ന പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന അകത്ത് മൂരിക്കാളയാ. എല്ലാം ഈ പ്രമാണം വിട്ടു. അവിടെ എഴുതിക്കുന്നത് അഹരോനോട് ദൈവം മോശനോട് ചോദിച്ചു, നീ ജനത്തെ കെട്ടഴിച്ചത് എന്തിനാണ്? അങ്ങനല്ലേ 25-ാം വാക്യം വായിച്ചേ, 32-25. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്ക വണ്ണം അഹരോൻ അവരെ അഴിച്ചു വിട്ടു കളയുകയാണ്. അഴിച്ചു വിട്ടു. കെട്ടുമല്ല, അഴിച്ചങ്ങ് വിട്ടു എന്ന് പറഞ്ഞ ഇഷ്ടമുള്ളതിലെ പൊക്കോളാൻ.
തോന്നുന്നതില് അഴിച്ചു വിടുമ്പോ അങ്ങനല്ലേ? കന്നാലി കൂട്ടിക്കെട്ടി എന്ന കന്നാലി അഴിച്ചു വിട്ടേ, പൂട്ടിയിട്ടിരിക്കുന്ന പട്ടിയെ രാത്രി അഴിച്ചു വിട്ടു. അത് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി മതിലെ കൂടെ ചാടി അങ്ങനെ ശോഭകൾ അഴിച്ചു വിട്ടു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടണം. ഇത് അഴിച്ചു വിട്ടു. ഇങ്ങനെ അടിച്ചു വിട്ട് ക്രമം കെട്ട അവിടെ വിരോധികൾക്ക് മുമ്പ് അഹാസ്യമായെന്നൊക്കെയാ. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നതാ, നിങ്ങൾക്കും അറിയാം. ഈ കാളയും ഓളവും ആളും ബഹളവും ഭയങ്കര വർഷിപ്പാ. വർഷിപ്പ് മൂത്തപ്പോൾ ഒരെണ്ണത്തിന് ഉടുതുണിയില്ല ഇല്ല. അവിടെ ഹാസ്യമായെന്നും വിരോധികൾക്ക് മുമ്പാകെ എന്നൊക്കെയാ കൊടുത്തത്. അത് തമിഴിൽ കൊടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ പോയപ്പോൾ ഒരാൾ ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ അന്നേരം അത് പഠിച്ചു. തമിഴിൽ കൊടുത്തേക്കുന്നത് നിർവാണമായി ഇരിക്കരുത് എന്ന. നിർവാണമായി ജനങ്ങൾ തങ്ങൾ ഭഗവീറക്കൾ അപമാനപ്പെടുത്തதாக ആരോൻ അവർകളെ നിർവാണമായി ഇരിക്കരുത്, അവർകൾ നിർവാണമായി ഇരിക്കരുത് മോശയെ കണ്ടെന്ന. ഏതോ ഇംഗ്ലീഷിന്റെ പരിഭാഷയിൽ നേക്കടെന്ന് തന്നെ കൊടുത്തേക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളുണ്ട്, ഇന്ന് വായിച്ചു. എനിക്ക് ഇംഗ്ലീഷ് വലിയ ഭാഷ ഒന്നുമില്ല, ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചത്. നേക്കടെന്ന് തന്നെ കൊടുത്തേക്കുന്നത്, ഒന്ന് വായിച്ചേ. അങ്ങനെ ഉണ്ടോ ഏതെങ്കിലും പേര്? ചാപ്റ്റർ 32 വേർഡ്സ് 25 Exodus. And when Moses saw that the people had broken loose, for Aaron had let them break loose to the derision of their enemies. ഏതോ ഒരു പരിഭാഷയിൽ നേക്കടെന്നാ കൊടുത്തേക്കുന്നത്. ഇനി യോഗം കഴിഞ്ഞ് തപ്പിയാൽ മതി. അത് NIV ആണോ KJV ആണോ? അത് മതി. എന്താ വായിച്ച എനിക്കറിയത്തില്ല. And when Moses saw that the people were naked. മതിയല്ലോ. അങ്ങനെ ഒരു പാട്ട് കൊണ്ടല്ലോ. നേക്കട്ടെന്ന് പറയുമ്പോ തുണിയില്ലെന്നുള്ളതാ മലയാളത്തിൽ. തുണിയില്ല. ആരാധന അതിന്റെ ഉച്ചസ്ഥായി വന്നപ്പോ ഒരെണ്ണത്തിന് ഉടുതുണിയില്ല. അതാ അഴിച്ചു വിട്ടെന്നൊക്കെ ഞാനൊന്നും പറയുന്നില്ല. ഭാഗമൊക്കെ വേറെ വാക്യങ്ങളെടുത്താ തെളിയിക്കേണ്ടത്. ഇത് മോശയ്ക്ക് വലിയ മനോഭാരമായി. കാരണം അങ്ങോട്ട് പോകുമ്പോൾ അഹരോനെ ഹൂരിനെ ചുമതലപ്പെടുത്തിയച്ചാ പോയത്. ഇവന്മാരും അതിനോട് ചേർന്നു. 24:12 വായിച്ചേ. പുറപ്പാട് 24:12. പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ ഇവിടെ കയറി വന്ന് പർവ്വതത്തിൽ എന്റെ അടുക്കൽ ഇരിക്കാൻ ഞാൻ നിനക്ക് കൽപ്പലകൾ നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളി ചെയ്തു. നന്നായിട്ട് വായിക്കുന്നുണ്ട്, നല്ല സ്ഫുടതയുണ്ട്, വൃത്തിയായിട്ട് വായിക്കുന്നു. ദൈവം ഏതാ അമ്മാമ ഏതാ? നന്നായിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല അക്ഷരസ്ഫുടതയും കൃത്യമായിട്ട് നന്നായിരിക്കുന്നു. വായിര്. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റ് മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. അവൻ മൂപ്പന്മാരോട് ഞങ്ങൾ നിങ്ങളുടെ ഞാനും യോശുവയും അങ്ങോട്ട് പോവുക. അതാ ഞങ്ങൾ ബഹുവചനം. ഞാനും യോശുവയും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോവുക, തിരിച്ച് ഞങ്ങൾ വരുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മടങ്ങി വരുവോളം നിങ്ങൾ ഇവിടെ താമസിപ്പി. അടുത്തത് അഹരോനും ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാ പുള്ളി മേളിലോട്ട് പോയത്. അഹരോനും ഹൂരും കൂടെ ഉണ്ട്. അഹരോൻ മോശയുടെ ജ്യേഷ്ഠനാ, ഹൂര് അളിയനാന്നാ പറയാന്ന്. ചേട്ടനെയും അളിയനെയും ചുമതലപ്പെടുത്തി. അളിയ സഭ നോക്കിക്കോണെന്ന് പറഞ്ഞു. നല്ല അളിയനാ. അളിയ ഞാൻ നാട് വരെ പോവുക. അളിയൻ പിന്നെ സണ്ണിച്ചാൻ ഓർത്ത് ചിരിച്ചല്ലോ.
അപ്പൊ അളിയനെയും ചേട്ടനെ ഏൽപ്പിച്ചേച്ച് പുള്ളി മേലോട്ട് പോയി. തിരിച്ചു വന്നപ്പോ അളിയനും കുഴഞ്ഞു, ചേട്ടനും കുഴഞ്ഞു. അളിയനും കൂടെ പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു, അളിയനും കൂടെ അളിച്ചു വാരി എന്നൊരു പരസ്യം. ഞാൻ പിന്നെ പ്രസാദ് വായിച്ചായിരുന്നു, അത് വായിച്ചെന്ന് തോന്നുന്നു. ഞാനത് വായിച്ചതാ. അളിയനും കൂടെ അളിച്ചു വാരി. ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട് എഴുതി വന്ന തലക്കെട്ട, പറയരുത് കേട്ടോ, എന്തുവാന്നൊന്നും. പ്രസാദ് അത് ഓർത്ത് ഊറി ചിരിക്കുക. പുള്ളിക്ക് ആ വിഷയം മനസ്സിലായി, അതാ. അപ്പൊ മോശ ഇറങ്ങി വന്നപ്പം അളിയനും കുഴഞ്ഞു, ജനവും കുഴഞ്ഞു, കെട്ടുവഴിഞ്ഞു, ഉടുതുണിയില്ല, ആകെ വഴിവിട്ട്. മോശയ്ക്ക് വലിയ ഭാരമായി. ഉടനെ മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്ക വരാൻ പറഞ്ഞു. ലേവ്യര് വന്നു, വാളെടുത്ത് വെട്ടാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം ലക്ഷക്കണക്കിന് ജനമാണെന്ന് ഓർക്കണം. ലക്ഷക്കണക്കിനാ. ഈ ജനം മുഴുവൻ കാളയുടെ പുറകെയാ. നോർക്കണം. തമ്പുരാൻ മോശയോട് പറഞ്ഞ ഞാൻ നിന്നെ അടുത്തറിഞ്ഞെന്നല്ലേ, അതിന്റെ കാര്യമായി പറയാൻ. ലക്ഷക്കണക്കിന് ജനം. നമ്മളൊരു പാട്ട് പാടുകല്ലേ, 600,000 ആയോരു കൂട്ടത്ത് ചിറകിൽ വാഗിച്ചവർ കൂടെ ഉണ്ട്. 600,000 മോശേ ഇങ്ങണ്ണു നീർ കണ്ടവനോടു കൂടെ ഉണ്ട്. കടൽ തീരത്തു മോശേ ഇങ്ങണ്ണു നീർ കണ്ടവനോടു കൂടെ ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, 600,000 കാലാള് തന്നെ 6 ലക്ഷത്തെ ചെല്ലുവാനും. ലക്ഷക്കണക്കിന് ആളാ. കാലാള് തന്നെ 6 ലക്ഷം. പിന്നെ ദാവീദിന്റെ കാലം വന്നപ്പോ എണ്ണിയപ്പോ 13 ലക്ഷം. മൊത്തമല്ല, 20 വയസ്സിന് മുകളിലോട്ട് അതാ എണ്ണിയത്. ബാക്കിയൊക്കെ ഇഷ്ടം പോലെ പിള്ളാരും പെറുങ്ങണിയൊക്കെ ലക്ഷക്കണക്കിനാ. യുദ്ധപ്രാപ്തരായവരുടെ കാര്യമാ പറഞ്ഞത്. 6 ലക്ഷം ഇക്കരെ കടന്നു. ദാവീദിന്റെ കാലത്ത് ഞാൻ ആ ഭാഗത്ത് പിന്നെ വരുന്നുണ്ട്. ദാവീദ് എണ്ണിയപ്പം 13 ലക്ഷം. 5 ലക്ഷം യഹൂദന്മാരും ബാക്കി ഇസ്രായേലിലും. 7 ലക്ഷം ഇസ്രായേലില്, അല്ല 8 ലക്ഷം ഇസ്രായേലില്, 5 ലക്ഷം യഹൂദില്. നിങ്ങൾ ഞാനിപ്പോ എഴുതിയതാന്ന് തോന്നുന്നു, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്. യോടി പുള്ളി ഇതെല്ലാം വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നതാ. അല്ലല്ല, വേറെ ദിവസത്തിലുള്ള കാര്യമാണ്. ശാമുവേലിന്റെ 2-ാം പുസ്തകം 24:9 വായിച്ചേ. കണക്കുണ്ട് അവിടെ. യോവാബ് ജനത്തെ എണ്ണിയതിന്റെ ആകത്തുക രാജാവിന് കൊടുത്തു. ഇസ്രായേലിൽ ആയുധപാണികളായ യോദ്ധാക്കൾ 8 ലക്ഷവും. ഇസ്രായേലിൽ ആയുധപാണികളായ യോദ്ധാക്കൾ 8 ലക്ഷവും. 8 ലക്ഷവും. യഹൂദ്യർ 5 ലക്ഷവും ഉണ്ടായിരുന്നു. യഹൂദ്യര് 5 ലക്ഷം. 5 ലക്ഷം. അപ്പൊ എത്രയാ? 13 ലക്ഷം ജനം. അപ്പം ഇത്രയും ലക്ഷം ജനം ആ സമയത്തുണ്ട്. അതെ, 6 ലക്ഷം ജനം ചെങ്കടലിൽ കടന്നപ്പം പിള്ളേരും പെറുങ്ങണിയും പെണ്ണും പടക്കോടിയും എല്ലാം കൂടെ 30 ലക്ഷത്തിൽ അധികം. ഇത്രയും ജനം 2 പേരൊഴികെ ബാക്കി മുഴുവൻ കാളയുടെ കൂടാ. പിള്ളേരുടെ ഭാഷ പറഞ്ഞ ആളും ഓളോ മേളോ ബഹളോ കാളை 2 പേരൊഴികെ. ആ 2 പേരൊന്ന് യോശുവായും ഒന്ന് യോശുവായും അവിടെ പർവ്വതത്തില്
ആയിരുന്നു, അങ്ങ് മേളിൽ കയറിയില്ലെങ്കിലും. അപ്പം ലക്ഷക്കണക്കിന് ജനം ഒറ്റ കൂട്ടമായിട്ട് നിൽക്കുക. അവരെ കണ്ടോണ്ട് മോശ അവരുടെ കൂടെ കൂടിയില്ല. മോശ അവിടെ നിന്ന് ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ, അങ്ങനല്ല, നന്നായിട്ട് പറയണം, എന്റെ അടുക്കൽ വരട്ടെ. എന്റെ അടുക്ക വരട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ യഹോവയുടെ പക്ഷത്ത് നിൽക്കുക. എനിക്ക് ആളൊന്നും വിഷയമല്ല. നിങ്ങൾ ഭയങ്കര ആൾക്കാരാ, മോശ പറയുക, എല്ലാം മിടുക്കന്മാരാ, എല്ലാം ഒന്നുക്കൊന്നൊക്കെ മെച്ചമുള്ളവരാ. ഞാന് ആളല്ല എൻ്റെ വിഷയം, എൻ്റെ വിഷയം ദൈവമാണ്. എൻ്റെ വിഷയം ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ പക്ഷത്താ. നിങ്ങൾ ആരെങ്കിലും ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അടുക്കവാ, ഞാനിവിടെ നിൽക്കുക. തമ്പുരാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നെന്ന്. എൻ്റെ ശൈലി പറയാ, പുള്ളി മേളിൽ ഇരുന്ന് നോക്കുക. മേളിൽ ഇരുന്ന് ഇങ്ങനെ നോക്കിയപ്പം ഈ റൺവേ കൂടെ പോയാലൊന്നും കാണുകയല്ല, പൊങ്ങുമ്പം മേളിലോട്ട് ചെല്ലുമ്പോഴല്ലയോ എല്ലാം ചൊവ്വനെ കാണുന്നത്. അപ്പം മേളിലോട്ട് പോയെങ്കിലേ ഇത് കാണുകയുള്ളൂ. അപ്പം ഇങ്ങനെ നോക്കിയപ്പം ലക്ഷക്കണക്കിന് ജനവും കാളയും കൂടെ ബഹളം ഉണ്ടാക്കുക. അപ്പോൾ തമ്പുരാനോട് നോക്കിയപ്പോൾ ഒരുത്തൻ മാത്രം ഇവിടെ മാറി നിൽക്കുന്നു, മോശെ. തമ്പുരാനോട് പറഞ്ഞാൽ, ആട്ടെ, ഒരുത്തനെങ്കിലും എൻ്റെ പക്ഷത്ത്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തമ്പുരാന് മനസ്സിലായി, ഇവൻ ആളെ കാണുമ്പം കൂടുന്നവനല്ല, ആളും ഓളോ മേളോ ബഹളവും കാണുമ്പം ചേരുന്നവനല്ലിവൻ. എൻ്റെ ഭാഷ പറഞ്ഞ, ഞാൻ താഴോട്ട് ചെന്നില്ലെങ്കിലും ഇവൻ താഴെ എനിക്ക് വേണ്ടി നിൽക്കും. ഞാൻ താഴോട്ട് ചെന്നില്ലെങ്കിലും ഇവൻ അവിടെ നിന്നോളും എനിക്ക് വേണ്ടി. അതാ പറഞ്ഞ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മളെ ഒന്ന് ശോധന ചെയ്തോണം എല്ലാവരും. ഈ മേളോ ഓളവും കൊണ്ടൊന്ന് ഇളകരുത് കേട്ടോ. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഇനി മറുവശം കൊണ്ട് തീർന്നില്ല. മറുവശം, ലേവ്യർ വാളെടുത്ത് വെട്ടി, അന്ന് 3000. അപ്പൊ തമ്പുരാൻ മോശയോട് പറഞ്ഞു, ഞാന് അഹരോനെയും ഈ ജനത്തെ ഇപ്പൊ തീർക്കുമെന്ന് പറഞ്ഞു. ഇവരെ ഞാനിപ്പം തീർക്കും. ആ വാക്യം ഒന്ന് വായിച്ചേ നിങ്ങൾ. എൻ്റെ വിഷയമല്ല, ഞാൻ ഇടയ്ക്ക് കയറിയത് കൊണ്ട് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്നൊന്ന് വായിച്ചേ. എടുത്തവര് ആരെടുത്തിട്ടാ? ഒമ്പതാം വാക്യം മുതൽ 32:9 മുതൽ. ഞാൻ ഈ ജനത്തെ നോക്കി, അത് ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാകുമെന്ന് യഹോവ മോശയോട് അരുളിച്ചെയ്തു. ഞാൻ അവരെ നശിപ്പിക്കും. ആളുടെ പുറകെ പോയി ഇവനെ എല്ലാം ഞാൻ നശിപ്പിക്കും. പക്ഷെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. ആമേൻ. ഞാനോ നിങ്ങളോ ആരെന്ന് പറയും, അത് മതി എന്ന് പറയും. ആ മതി. നമ്മുടെ മനോഭാവമാണ്. നമ്മൾ എന്നെ ഉയർത്തുമല്ലോ, നിന്നെ ഉയർത്തും, ഇവനെ എല്ലാം തട്ടിയേക്കാം. അപ്പൊ മോശ എന്നാ പറഞ്ഞ അടുത്തത്? എന്നാൽ മോശ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞത്, പക്ഷപാതത്തിനിരുന്നു അപേക്ഷിച്ച് പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീരം കൊണ്ടും മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? അങ്ങനെ ജ്വലിക്കരുത്. മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും
അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? അവര് ആക്ഷേപിക്കും കേട്ടോ. അവരെ ആക്ഷേപിക്കുവേ. ദൈവത്തെ പഠിപ്പിക്കുമൊന്നുമല്ല, ഒരു കാര്യം പറയുക, അവരാക്ഷേപിക്കും. അടുത്തത്, നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കണമേ. പിന്നെ നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഓർക്കണേ. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു. വരുത്തിയില്ല. തമ്പുരാൻ പറഞ്ഞ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നെന്ന് എന്ന് പറഞ്ഞാൽ, പ്രമാണം തെറ്റി, വഴി തെറ്റി, വ്യവസ്ഥ തെറ്റി, കൽപ്പന ലംഘിച്ച് ജനം പോയപ്പോൾ ആ കൂടെ പോയില്ല. ആളും ഓളവും മേളവും കൊണ്ട് ചേർന്നില്ല. ദൈവത്തിന്റെ പക്ഷത്ത് ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് വെച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അടുക്ക വരാൻ പറ. ഞാനിങ്ങനെ നിൽക്കും. നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ തമ്പുരാന് മനസ്സിലായി, ഞാൻ താഴോട്ട് ചെന്നില്ലെങ്കിലും ഇവൻ താഴെ എനിക്ക് വേണ്ടി. തന്റെ മനോഭാവം. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, ഈ കാളയും ഉണ്ടാക്കിയവനെയും തുള്ളിയവനെയും തുള്ളിച്ചവനെയും ഞാൻ തട്ടാൻ പോവുക. ഉടനെ പുള്ളി, എൻ്റെ ഭാഷയാ, മേളിൽ ചെന്നിട്ട് പറഞ്ഞു, കൊല്ലരുത്, നശിപ്പിക്കരുത്. അവര് കേട്ട ആക്ഷേപിക്കും. തന്നെയല്ല അവര് പറയും, അങ്ങുച്ച് കൊണ്ടിയെല്ലാം കഴിവില്ലായിട്ടാണെന്നും പറയും. ക്ഷമിക്കണം, പൊറുക്കണം, മാപ്പ. ജനത്തിന് വേണ്ടി അവിടെ ചെന്ന് ഇടിമി നിൽക്കുക. ഇതായിരിക്കണം ഒരു ശുശ്രൂഷകൻ. സാധാരണ ഞാൻ വേലക്കാരുടെ ക്ലാസ് എടുക്കുമ്പോൾ ഇത് പറയാറുണ്ട്. ഒരു ശുശ്രൂഷകൻ, ശുശ്രൂഷകൻ ഇവിടെ നിൽക്കുമ്പോൾ കർക്കശമായ കാര്യം പറയണം. അത് കഴിഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഓരോരുത്തർക്കും വേണ്ടി ഇടിവ് നിൽക്കണം. കർത്താവെ നശിപ്പിക്കരുത്. ഞാനോ നിങ്ങളോ ആ മേളിൽ ചെരുന്ന പറയും, കർത്താവെ എല്ലാത്തിനും തട്ടിയാലും ഞാൻ ഇന്നും താഴോട്ട് പോകുന്നില്ല, നമ്മൾ രണ്ടും മതി. താഴോട്ട് പോയി, ഇവനെന്നും ഗുണമുള്ളവനല്ല, എല്ലാത്തിനെയും തുപ്പട തീർത്തേക്ക്, നമ്മൾ രണ്ടും മതി, ഞാൻ ഇനിയും താഴോട്ട് ഇറങ്ങുന്നുമില്ല, എന്നെ ഉയർത്തുമല്ലോ. ഇതാ നമ്മുടെ മനോഭാവം. പക്ഷെ മോശ അങ്ങനല്ല. സ്തോത്രം, സ്തോത്രം. നമ്മൾ ആ ഒരു അനുഭവത്തിൽ വരണം. ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാണ് നമ്പരാൻ പറഞ്ഞ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. നല്ലതുപോലെ നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്. വേറെ ഒത്തിരി കാര്യം പറയാനുണ്ട്. ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് അത് മനസ്സിലാക്കാൻ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം. അങ്ങനെയുള്ള മോശയുടെ പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം. നമ്മള് 91-ാം സങ്കീർത്തനം 10-ാം വാക്യമാണ് വായിച്ചത്. ഈ 91-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ ആരാണ് ഇത് എഴുതിയത് എന്ന് ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ വേദപണ്ഡിതാക്കളെല്ലാം അഭിപ്രായപ്പെടുന്നത് 91-ാമത്തെ സങ്കീർത്തനം യോശുവ എഴുതിയെന്ന്. 90 മോശയും എഴുതി, 91 യോശുവയും എഴുതി. അതിന് പല കാര്യങ്ങളുണ്ട് തെളിവ്. അതിലൊരു തെളിവ് പറയുന്നത് ഈ 10-ാം വാക്യം തന്നെ, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. 10 ബാധയാ മിസ്രയീമിൽ അയച്ചത്. ആ സമയത്ത് യോശുവ അവിടെ ഉണ്ടായിരുന്നു. യോശുവ ചെറുപ്പമായിരുന്നു. ബാധ വന്ന് എല്ലാം തകർന്നു പോകുന്ന യോശുവ കണ്ണാലെ കണ്ടതാ. ചെറുപ്പമാണ്. കുഞ്ഞാടിനെ അറുത്ത് രക്ഷപ്പെട്ടതും യോശുവ കണ്ടതാണ്. മരുഭൂമിയിൽ പ്രയാണം ചെയ്ത് വന്നപ്പോഴും യോശുവ കണ്ടതാ ബാധയാൽ മുടിഞ്ഞു പോയവര് മരുഭൂമിയിൽ പട്ട്. പക്ഷേ പ്രമാണത്തിൽ നിന്നവരെല്ലാം രക്ഷപ്പെട്ടതും യോശുവ കണ്ടതാ. തന്നെയല്ല, താൻ അനുഭവസ്ഥനുമാണ്.
കനാനിലെത്തി. ദേശവും ചീട്ടിട്ട് പകുത്തു കൊടുത്തു. നല്ല അന്ത്യവും പ്രാപിച്ചു. അവകാശ സ്ഥലത്ത് കൊണ്ട് അടക്കുകയും ചെയ്തു. പോകുന്നതിന് മുന്നേ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാന്നുള്ളത് എനിക്ക് വിഷയമല്ല, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. അപ്പൊ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തില യോശുവ പറഞ്ഞിരിക്കുന്നത്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ഭാരകം നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയട്ടെ, ദൈവപ്രമാണത്തിൽ നിന്നാൽ, വചനപ്രകാരം പോയാൽ ഒരു ബാധയും നിന്നെ തൊടുകയില്ല. പ്രൈസ് ദി ലോർഡ്. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലേ ഈ ധരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലേ ഈ ധരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. അവർ വസിച്ചിടും പുതുവാന നഗരങ്ങളിൽ, അവർ വസിക്കും പുതുവാന നഗരങ്ങളിൽ. അതിമഹത്വത്തിൻ പ്രമോദങ്ങൾ ആനന്ദങ്ങളാ, അതിമഹത്വത്തിൻ പ്രമോദങ്ങൾ ആനന്ദങ്ങളാ. ഓ എന്റെ ജനമായുള്ളവരെ നിന്നറയിൽ പൂകതിൽ വാതിൽ അടയ്ക്ക. ക്രോധം കടന്നു പോളം തെല്ലിടയിൽ, ക്രോധം കടന്നു പോളം തെല്ലിടയിൽ. ഭൂമി അഴിയും തൻ പണികളും ഒഴിഞ്ഞിടും. ഇനി നിന്റെ അരുണൻ അസ്തമിക്കൂകില്ല, ഇനി നിന്റെ ശശിയും മറഞ്ഞു പോകില്ല. ഇനി നിന്റെ അരുണൻ അസ്തമിക്കില്ല, ഇനി നിന്റെ ശശിയും മറഞ്ഞു പോകില്ല. നിന്റെ യഹോവ നിനക്കു നിത്യ പ്രകാശമാകും. നിന്റെ യഹോവ നിനക്കു നിത്യ പ്രകാശമാകും. നിന്റെ മതിലുകൾ രക്ഷയും സ്തുതികൾ വാതിലും. നിന്റെ മതിലുകൾ രക്ഷയും സ്തുതികൾ വാതിലും. എന്റെ ജനമായുള്ളവരെ നിന്നറയിൽ പൂകതിൽ വാതിൽ അടയ്ക്ക. ക്രോധം കടന്നു പോളം തെല്ലിടയിൽ, ക്രോധം കടന്നു പോളം തെല്ലിടയിൽ. ശ്രദ്ധിക്കുക, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ സകലതും വിട്ടിറങ്ങിയ ദൈവ കുഞ്ഞുങ്ങളോട് പറയട്ടെ, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ എടുക്കത്തില്ല. ഞാൻ ചിന്തിപ്പാൻ ഉദ്ദേശിക്കുന്നത്, ബാധ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ബാധ വരാതിരിക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചങ്ങ് നിർത്താം. എന്നോട് ബഹുമാനപ്പെട്ട സണ്ണിച്ചാന് 9:30 വരെയാ പറഞ്ഞേക്കുന്നത്, കൃത്യം 9:30 നിർത്തും. അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം. ബാധ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? അപ്പം ബാധ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ ബാധ വരാൻ കാര്യം എന്നാ? വായിച്ചേ ലേവ്യ പുസ്തകം 26:14 എന്നാൽ ആ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതെയും ആ ഈ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെയും ആ
എന്റെ ചട്ടങ്ങൾ ധിക്കരിച്ച് ആ. നിങ്ങളുടെ ഉള്ളം എന്റെ വിധികളെ വെറുത്തു. നിങ്ങൾ എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെ ആ. എന്റെ നിയമം ലംഘിച്ചാൽ ആ. ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. ആ, വക്രനോട് വക്രനാ കേട്ടോ. സ്തോത്രം. അതാ ഇങ്ങനെ ഞാനും ഇങ്ങനെ ചെയ്യും. അടുത്തത്, കണ്ണിനെ മങ്ങിക്കുന്നതും ആ. ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ഭീതി, ക്ഷയരോഗം, ജ്വരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. സൂക്ഷം വരുത്തിരിക്കും. നിങ്ങളുടെ വിത്ത് നിങ്ങൾ വെറുതെ വിതയ്ക്കും, വെറുതെ വിതക്കിയ പിന്നെ ശത്രുക്കൾ അത് ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വയ്ക്കും, നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും. ഇനിയും ബാക്കി ഇനിയും സമയം കിട്ടുമ്പോൾ വീട്ടിൽ പോയിരുന്ന് വായിച്ചു. എല്ലാരും വായിക്കണം. ബാധ വരാൻ കാരണം ഇതാ, ദൈവപ്രമാണത്തിൽ ദൈവകൽപ്പനയിൽ നിൽക്കാതെ ഇതിനെ തട്ടിക്കളഞ്ഞു പോയാൽ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ബാധ വരും. നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ഇപ്പൊ അത് ഇത്രയും പറഞ്ഞപ്പോ തന്നെ ചിലരുടെ മുഖത്തൊരു വല്ലായ്മ. ദൈവമേ അനുഗ്രഹവും വിടുതലും ലഭിക്കാൻ വന്നതാ, ഇയാള് നേരെ ഉച്ചക്കടിച്ചാന്നല്ലോ പോകുന്നത്. വേണ്ട, നമുക്ക് സങ്കടത്തോടെ പോകണ്ട, സന്തോഷത്തോടെ വരിക. അപ്പോൾ വേറെ വരാതിരിക്കാൻ കാരണം അറിവുള്ള കാര്യമാ. 1-2 വാക്യം വായിച്ചു. പുറപ്പാട് പുസ്തകം 12-1 മുതൽ താഴോട്ട് വായിച്ചേ. പെട്ടെന്ന് അറിവുള്ള വാക്യമാ. യഹോവ മോശയോടും ആ. അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളിച്ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രയേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം. 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 15-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഒരു സംഹാരബാധ വരാൻ പോവുക. ആദ്യജാതന്മാർ മാറ്റപ്പെടാൻ പോകുകയാണ്. അത് ഇന്ന വീടെന്നോ ഇന്ന വ്യക്തിയെന്നൊന്നും പക്ഷപാതമില്ല. ഏത് വീട്ടിലൊക്കെ ആദ്യജാതനുണ്ടോ അവനെ എല്ലാം തട്ടും. അത് ഫറവോന്റെ കൊട്ടാരം മുതല് കുണ്ടറയിൽ കുടിലിൽ കിടക്കുന്നവന്റെ വീട്ടിൽ വരെ കയറും ബാധ. പക്ഷേ ഈ സംഹാരബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ വിടുതൽ പ്രാപിക്കുന്ന ഒരൊറ്റ പ്രമാണമേ ഉള്ളൂ, ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിക്കണം. കുഞ്ഞാടിനെ അറുത്ത് ബാധ വരാതിരിക്കാൻ. ഉപ്പ് കൊണ്ട് പെരക്കി വിറ്റ് വിട്ടുകൊണ്ടൊന്നും ബാധ വരാതിരിക്കുകയല്ല. കടുക് പ്രാർത്ഥിച്ച് കറിക്കകത്തിട്ടാലൊന്നും മിണ്ടുന്നില്ല. ഞാൻ ഒരു തള്ള പോവുക, എവിടെ പോവാന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക്. അയന്നെ കയ്യു 1 കിലോ ഉപ്പാണ്. അയന്നെ അവനെ ഭാഷയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് എന്നതാന്നു പുള്ളി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പെണ്ണുങ്ങളെല്ലാം ഉപ്പുമായിട്ടായില്ലെന്നത് കിണറ്റി കൊണ്ടിടുന്നു. ചെറുക്കൻ്റെ ചോറിനകത്ത് കഞ്ഞിക്കകത്ത് കൊണ്ട് കലക്കുന്നു. ഉപ്പകത്തി എന്നാ വല്ലതും ശരിയാകും. അവിടെ വചനമകത്തിയല്ലണ്ടേ. സ്തോത്രം. നമുക്ക് വിഷയം വിട്ടേക്കാം. പുല്ലാട്ടൊരു തങ്കച്ചനുണ്ട്, എല്ലാവർക്കും എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കും. പെണ്ണുങ്ങളെല്ലാം എണ്ണ കുടിച്ച് വെച്ചാൽ നോക്കാനിക്കുക. പച്ച വെളിച്ചെണ്ണ ചെന്നാൽ പിന്നെ നോക്കാനിക്കുകയല്ലേ. അയ്യോ, എന്തോരു അക്രമമാണ്. ഒരു തലയുണ്ടായിരുന്നു, അവരും പോയി. ഞാൻ നോക്കി നിൽക്കുക. അവർ 7 കൈ കൊടുത്ത് അങ്ങ് നോക്കാനിക്കുക. അന്നേരം പുള്ളി അകത്തിരുന്ന് ഇറങ്ങട്ടെന്ന്. പുള്ളി അകത്തിരുന്ന് പറയാം ഇറങ്ങട്ടെ. അതിനെതിനുള്ള ആയത്തിൽ തിരിച്ച് ഓട്ടോയിൽ അങ്ങ് വയ്യ. അയ്യോ, ഞരമ്പുമെല്ലാം വലിഞ്ഞല്ലേ ഛർദ്ദിച്ചത്. വിഷം ഇറക്കുകയാണ്, കൈവശം. എന്നെ അല്ലേ നിങ്ങളും പോയെന്ന് തോന്നുന്നു ഇരിപ്പ് കണ്ടു. പമ്മിയുള്ള ഇരിപ്പ് കണ്ടിട്ട്. സംഹാരബാധ വരാൻ പോവുക. ആദ്യജാതന്മാർ മാറ്റപ്പെടും. ഈ സംഹാരബാധ തൊടാതിരിക്കാൻ, ബാധ വരാതിരിക്കാൻ ഒരൊറ്റ വ്യവസ്ഥയുള്ളൂ, ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തൊളി ആചരിക്കണം. കാണുന്ന ആടിനെ എല്ലാം പിടിച്ച് കണ്ടിക്കരുത്. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. വീടൊന്നിന് ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. 1 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. ആണായിരിക്കണം. 12:5 ആയിരം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അപ്പൊ കണ്ടോ, ആട്ടിൻകുട്ടി ആണായിരിക്കണം, 1 വയസ്സ് പ്രായം വേണം, ഊനമില്ലാത്തതായിരിക്കണം. ഈ ആട്ടിൻകുട്ടി മറ്റാരുമല്ല, നസറയനാകുന്ന യേശുക്രിസ്തു.
യോഹന്നാൻ 1:29-35 നമുക്കറിയാം. ചേർത്ത് പഠിച്ചാൽ കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പറയുക, അതാണ്ട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാട്, യോഗ്യനായ കുഞ്ഞാട്. സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാട്. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു തന്നെ. അപ്പൊ ഈ ആട്ടുകുട്ടികളുടെ യോഗ്യത ഊനമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത ഒരേ ഒരു വ്യക്തി, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്. 6 കോടതി മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കണ്ടില്ല. പീലാത്തോസ് ഒടുവിൽ വെള്ളമെടുത്ത് കൈ കഴുകി വെച്ച് പറഞ്ഞത് നമുക്കെല്ലാം മനപ്പാടമായി, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് നീതിമാനാ. ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാരിൽ 2 പേരിലൊരുത്തം പറഞ്ഞു, സ്തോത്രം, നീ അയ്യോ ആണെങ്കിൽ ഞങ്ങളെയും കൂടെ രക്ഷിക്കും, നീയും രക്ഷിക്കും, എന്തിനാ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നേ? അവൻ മറ്റവൻ പറഞ്ഞു, വിടാന്ന് പറഞ്ഞ് എഴുതിയത് നല്ല സഭ്യമായ ഭാഷയിലാണെങ്കിലും ഞാൻ പറയാം. അവൻ പറഞ്ഞു, മുടിഞ്ഞവനെ ആണി കയറിയിട്ട് നീ ഒതുങ്ങുകയല്ലേടാ, ഇത് ആണി കയറി അങ്ങേയറ്റം പറ്റി തൂങ്ങി കിടക്കുക, എന്നിട്ട് നീ ഉണ്ടായിടാന്ന് പറഞ്ഞു. പറഞ്ഞ്, എടാ നമ്മള് തോന്നിയാസം ചെയ്ത ചായ അണിയലിങ്ങനെ, ഈ നീതിമാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. കേസ് ഒരു വരി ഇങ്ങനെ എഴുതി, കല്ലുച്ചതല്ലേശം കാണുന്നില്ലി മനുഷ്യനിലം നുര ചെയ്തുതാൻ. കല്ലുച്ചതല്ലേശം കാണുന്നില്ലി മനുഷ്യനിലം നുര ചെയ്തുതാൻ. മരണമതിൽ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂമിയത്ഭുതം. മരണമതിൽ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂമിയത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. കല്ലുച്ചതലേശം കാണുന്നില്ലി മനുഷ്യരിലെന്നുര ചെയ്തുതാൻ. കല്ലുച്ചതലേശം കാണുന്നില്ലി മനുഷ്യരിലെന്നുര ചെയ്തുതാൻ. മരണമതിൽ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂമിയത്ഭുതം. മരണമതിൽ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവിലത്ഭുതം. കുരുടർ കണ്ടു, തിരുടർ വിരണ്ടു, ശാന്തത പൂണ്ടു സാഗരം. കുരുടർ കണ്ടു, തിരുടർ വിരണ്ടു, ശാന്തത പൂണ്ടു സാഗരം. തെല്ലിര കൊണ്ടും ബഹുജനമുണ്ടും മൃദുരുയർവൂണ്ടും ക്രിസ്തനാൽ. തെല്ലിര കൊണ്ടും ബഹുജനമുണ്ടും മൃദുരുയർവൂണ്ടും ക്രിസ്തനാൽ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. ഇത്ര മഹാനായ ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മഹാനായ ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. ഓ എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. ഉന്നത ദേവ നന്ദനുലകിൽ വന്നിതു കന്യാജാതന. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതന. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ അവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. ഓ എന്തോരത്ഭുത പുരുഷൻ. ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ ഇതുപോലെ
സേത്തന് ഉന്നതനും മഹിമയും മഹത്വമുള്ള ഒരുവനില്ല, യാതൊരു ഊനമില്ല. ബാക്കി സകല എണ്ണത്തിന് ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം, പിന്നെ നമുക്കെല്ലാം കുഴപ്പമാണെന്നും പറയണ്ട. ഇരിപ്പും പോക്കും പാവവും ഒക്കെ കണ്ട ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ എല്ലാത്തിനും കുഴപ്പടിയുള്ളവരാ. നമ്പിയാര് പണ്ട് പറഞ്ഞില്ലയോ, ലക്ഷം മാനുജൻ കൂടിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ 1 2 അക്ഷരം 56 അറിയാം, ലക്ഷം ശ്ലോകം കുറയാതറിയാം, വിക്കികൾ കൊണ്ടത് പറയാൻ വയ്യ. ശ്ലോകമല്ല ഞാൻ പറയാം, പക്ഷെ വിക്ക. നല്ലൊരു ജാതിക്ക് വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്, ഹരി എന്നുള്ളൊരു അക്ഷരം അവനുടെ അരികെ കൂടെ പോയിട്ടില്ല. വേറെ തന്നെ പിന്നെ കണ്ടാ നല്ലൊരു പുരുഷൻ, എന്നാൽ വേണ്ടാതീനം അതൊക്കെയുമുണ്ട്, കണ്ട ജനത്തോട് ചുണ്ടിയടിക്കും, 2ാം വാക്കിന് കീറിയടിക്കും. കാര്യത്തിന് കൊള്ളാമെന്നാൽ പൂച്ചക്കണ്ണൻ ഒരു ദോഷം. ഒരുത്തന്നെ പൂച്ചക്കണ്ണ. വേറെ തന്നെ പറയാം, നടന്നു പോയപ്പം കൊടുവകിൽ തട്ടി ചുട്ട കഷണ്ടിയിൽ ഒരു പിടി നെല്ലാൽ മലര് പൊരിക്കാം. വെയിലത്ത് പോകുമ്പോൾ നെല്ലിട്ട് കൊടുത്താൽ മതി, പെടാന്ന് പൊട്ടി. അതാ അപ്പൊ പറഞ്ഞത്, ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം എനിക്ക് നിങ്ങൾക്ക് വല്ല ഉണ്ട്, ഒത്തിരി ഉണ്ട്. പക്ഷെ യാതൊരു കുഴപ്പമില്ലാത്തവനാ യേശു. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. സ്തോത്രം. പാട്ടൊക്കെ വരുന്നുണ്ട്, ഞാൻ അങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. ഇതുപോലെ ശ്രേഷ്ഠൻ, ദൈവത്തിന് മഹത്വം. ആ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു, ആ കുഞ്ഞാടിനെ 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുത്ത് അതിന്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈസോപ്പ് ചെടികളുടെ കെട്ടിടത്തിൽ കിണ്ണത്തിൽ മുക്കി കട്ടിളക്കാർ രണ്ടിലും കുറുമ്പടി മെല്ലി പുരട്ടി എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തം തളിച്ചു. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. ബാധ വരാതിരിക്കാൻ സകല മനുഷ്യനും ചെയ്യേണ്ട കാര്യം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആഘോഷത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ പരിശുദ്ധ നാമം. അപ്പോൾ ബാധ വരാതിരിക്കാൻ ചെയ്യേണ്ടത് രക്ഷിക്കപ്പെടണം. പള്ളിക്കുന്നേലെയാ, പള്ളിത്താടയിലെയാ, പള്ളി വീട്ടിലെയാ, കുരിശുമൂട്ടിലെയാ എന്നും പറഞ്ഞാൽ രക്ഷപ്പെടുകയില്ല. ബാധ അടിച്ചതിനെ തൂക്കും. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, കപ്പയാറുണ്ട്, ചെമ്മാച്ചുണ്ട്, കശീശ. എന്നാ ശീശ? നീ രക്ഷിക്കപ്പെട്ടില്ല, ബാധ വന്ന് അടിക്കുമെന്ന്. പള്ളിക്ക് സ്ഥലം കൊടുത്ത് ഞങ്ങൾ ആ കുരിശും തൊട്ട് ഞങ്ങളുടെ പുരയിടത്തിലായിരിക്കുന്നത്. പള്ളിയുടെ സ്ഥലമെല്ലാം ഞങ്ങളുടേതായിരുന്നു. വല്യപ്പച്ച കൊടുത്തന പെന്തിക്കോസ് ഹോള് വെക്കാനും പിന്നെ ഞങ്ങൾ വന്നപ്പോൾ കൊടുത്തു. പാൻ മേടിച്ചിട്ടു. പുൾപ്പിറ്റ് ഞങ്ങൾ കൊടുത്തതാ. നമ്മുടെ വീട്ടിൽ നിന്ന് ആഞ്ഞിലി അറപ്പിച്ചത് എന്നും പറഞ്ഞാൽ വ്യായി തന്നെ അടിച്ച് താഴെ ഇടും. ബാധ വരാതിരിക്കണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. ഉപദേശിമാർക്കും അച്ഛന്മാർക്കും പൈസ കൊടുത്തതാ, സ്വോത്രകാഴ്ച കൊടുത്തതാ, ശാപ്പാട് കൊടുത്തതാ, അതൊക്കെ നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. പക്ഷെ ബാധ വരാതിരിക്കണമെങ്കിൽ രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കണം. ദൈവത്തിന് മഹത്വം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു മാത്രമാ രക്ഷകൻ. ഓടിച്ചു നിർത്താം. ബാധ വരാതിരിക്കാൻ രണ്ടാമത്തെ കാര്യം പുറപ്പാട് 15:26 വായിച്ചേ. പെട്ടെന്ന് വായിക്കാം. പുറപ്പാട് 15:26. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചെയ്തു. ദൈവത്തിന് മഹത്വം. ആമേൻ. വിശദീകരിക്കുന്നില്ല, പോയിന്റ് മാത്രം പറയാം. ബാധ വരാതിരിക്കാൻ രണ്ടാമത്തെ കാര്യം കൽപ്പന അനുസരിക്കണം. ഒന്നുകൂടെ വായിച്ചോ ദൈവദാസി ആ വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം. യോഗത്തിരിക്കുമ്പോ ശ്രദ്ധിച്ചിരിക്കണം. മൊബൈലിൽ കളിക്കരുത്, തോണ്ടുകയും മാന്തുകയും ചെയ്യരുത്. കൂടെ ഇറങ്ങി പോവുകയും വരികയും മലങ്കാക്ക പട്ടകത്തിൽ നിന്ന് പോയതുപോലെ യോഗത്തിനിരിക്കുക. ഒരുമാതിരി പെട്ടതെല്ലാം മലങ്കാക്കയാ, പിന്നെയും വരും. നീ ശ്രദ്ധയോട് ഇത് കേൾക്കണം.
ആ വായിച്ചേ ദൈവദാസി. ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവിടത്തേക്ക് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിക്കണം. അനുസരിച്ചില്ല വ്യാധി വരും, മാല വരും. അപ്പോൾ മാല വരാതിരിക്കാൻ രണ്ട് കൽപ്പന അനുസരിക്കും. ഇത് മുഴുവൻ കൽപ്പനയല്ലേ? മുഴുവൻ കൽപ്പനയാ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്തോത്ര കൽപ്പന. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11-12 ഒന്ന് വായിച്ചേ. അതുകൊള്ള വാക്യമാണ്. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. ആമേൻ. കൈ കൊടുക്കുകയല്ല, മിണ്ടുകയല്ല, സഹകരിക്കത്തില്ല. സ്തോത്രം. അത് പറയാം 82 ഞാൻ കൽപ്പന അനുസരിച്ചെന്ന്. എന്തോ കൽപ്പന? എന്തോ ഇവിടെ കൽപ്പന? 13-34 വായിച്ചു. യോഹന്നാൻ തന്നെ. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല. 13-34 34 ഞാൻ പറഞ്ഞ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. കൽപ്പന നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു, തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാൻ എന്ന പോൽ. തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാൻ എന്ന പോൽ. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു, തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാൻ എന്ന പോൽ. തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാൻ എന്ന പോൽ. നിങ്ങളെ ഞാൻ എന്ന പോൽ. സ്വർഗതാര അരുമകൾ മണ്ണിൽ നിങ്ങൾ ദീപങ്ങൾ, മണ്ണിൽ നിങ്ങൾ ദീപങ്ങൾ. സ്വർഗതാര അരുമകൾ മണ്ണിൽ നിങ്ങൾ ദീപങ്ങൾ, മണ്ണിൽ നിങ്ങൾ ദീപങ്ങൾ. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കില്ല നൽകുന്നു, തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാൻ എന്ന പോൽ. തമ്മിൽ സ്നേഹിപ്പിൻ നിങ്ങളെ ഞാൻ എന്ന പോൽ. ബാധ വരാതിരിക്കാൻ കൽപ്പന അനുസരിക്കണം. യേശു കർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട കൽപ്പനയാ. ഒരു സഭയെ കൂടുന്ന വ്യക്തികൾ മിണ്ടിയില്ലെങ്കിൽ ബാധ വരും. ഒരു വീട്ടിൽ പാർക്കുന്നവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ പിണങ്ങിയിരുന്ന ബാധ വരും വീട്ടിൽ. അതിന് പ്രവാചകനെ കൊണ്ടുവന്നിരുത്തിച്ച് അടിയട്ട് അയലോറ്റയ്ക്ക് ഒരു പായിരുന്ന് അടിയട്ട്. നമ്മൾ 3 പേര്, ഭാര്യയും ഭർത്താവും പിള്ളേരി പറന്ന്, പുള്ളി കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ നോക്കും, പുള്ളി കണ്ണു തുറക്കുമ്പോൾ നമ്മൾ അടയ്ക്കും. എനക്കെല്ലാം ഭ്രാന്താ. ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാ. മനസ്സിലാകുന്നുണ്ടോ?
പുള്ളി അടിച്ചു ഉള്ള കാര്യം മേടിച്ചോണ്ട് ഇത് അഴിയത്തുമില്ല. ഇത് അഴിയണമെങ്കിൽ ഞാനും നിങ്ങളും ക്രമപ്പെടണം, തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഒരു സഭയിൽ ഒരു സംഘടന ഒരു സെന്ററ് മിണ്ടുന്നില്ലല്ലോ, ബാധ വരും. ഇങ്ങനത്തെ പ്രസംഗമൊന്നും ആർക്കും ഇഷ്ടമല്ല. നമുക്ക് ഇന്ന് രാത്രി വിടുതൽ, അതാ നമുക്ക് കൂടുതൽ അതാ ഇഷ്ടം. ഞാൻ ശാന്തമായിട്ട് എനിക്കിങ്ങനെ ഒക്കുള്ളത് കൊണ്ടാണ് വചനത്തിൽ നിന്ന്. അതും ഞാൻ നിങ്ങളെ കൊണ്ടല്ലേ വായിപ്പിക്കുക. അമ്മ നന്നായിട്ട് വായിക്കുന്നുണ്ട്. കൽപ്പന പ്രമാണിക്കണം. ഒത്തിരി കാര്യം പറയാനുണ്ട് കൽപ്പന. അപ്പൊ ബാധ വരാതിരിക്കാൻ ഒന്ന് രക്ഷിക്കപ്പെടണം, രണ്ട് കൽപ്പന. ആ കൽപ്പനയിൽ പ്രധാനപ്പെട്ട കൽപ്പനയാ സ്നേഹം. കർത്താവിനെ സ്നേഹിക്കുന്നവര് കർത്താവിന്റെ കൽപ്പന 2:3 വായിച്ചു. യോഹന്നാന്റെ 1-ാം ലേഖനം 2:3 അറിവുള്ള വാക്യമാ. വായിച്ചു, പെട്ടെന്ന് വായിച്ചോ, പോകാം. ഇല്ലേ? വായിര്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന്. യോഹന്നാൻ 1 ഉള്ളല്ലോ. യോഹന്നാന്റെ 1-ാം ലേഖനം അങ്ങനെ പറ. 3 യോഹന്നാനൊന്നും ഇല്ല, ഒരു യോഹന്നാനേ ഉള്ളൂ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അടുത്തത്, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ അവിടുത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. മതി മതി. ഇത് പിശാചിന് ഇഷ്ടമല്ല, അതാ എത്രയും തപ്പലായി പോയത്, ഇത്രയും താമസം വന്നതും തപ്പലായതും. നമ്മള് ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു, ദൈവത്തെ ഭജിക്കുന്നു, ദൈവത്തെ സേവിക്കുന്നു, ദൈവ പൈതലാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കൽപ്പന അനുസരിച്ചില്ലേ, കള്ളനാ. എന്തുവാ അവിടുത്തെ കൽപ്പന? ഒന്ന്, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. 2, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അന്ത്യകൽപ്പന കൊടുത്തപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നേഹപ്പെടണം. ഇതാ കൽപ്പന. 3, മേളിലോട്ട് പോകുന്നതിന് മുന്നേ പറഞ്ഞു, ഇവിടുന്ന് വിട്ടുപോകരുത്, ഇവിടെ ഇരിക്കണം. ഞാൻ അങ്ങോട്ട് പോയിട്ട് കാര്യസ്ഥനെ ഇങ്ങോട്ട് അയക്കും. കാര്യസ്ഥൻ വരുവോളം നഗരത്തിൽ കാത്തിരിക്കണം. ഞാൻ പോകുക, സൂക്ഷമോ ഇങ്ങോട്ട് വിട്ടേക്കും, നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്. 120 പേര് കൂടി സമയമായപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി, ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ഉച്ചരിപ്പാൻ നൽകിയത് പോലെ അന്യഭാഷകളിൽ. ഇതാ കൽപ്പന. പ്രൈസ് ദ ലോർഡ്. ഇതനുസരിക്കണം. ഇതനുസരിച്ചില്ലേ ബാധ വരും. നീ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, സ്നാനപ്പെട്ടില്ലെങ്കിൽ, അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ, നീ വേർപാട് പാലിച്ചില്ലെങ്കിൽ ബാധ ഉണ്ടാകുമെന്ന്. ബാധ വരാതിരിക്കാനുള്ള കാര്യമാണ്. ഒത്തിരി കാര്യമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞങ്ങ് എന്താ സണ്ണിച്ച, അത് മതി. ഗുണവാകാനാന്ന് ഇപ്പൊ ഇത് തന്നെ മതി. ഇത് തന്നെ അധികമാണ്. ഒരു കാര്യമുണ്ട്, അപ്പൊ അത് പറയാതിരിക്കാനൊക്കത്തില്ലല്ലോ. സംഖ്യാപുസ്തകം 23:9 21 പെട്ടെന്ന് വായിര്, ബാധ വരാതിരിക്കാൻ. സംഖ്യാപുസ്തകം 23:9 വായിച്ചു. എല്ലാ വാക്യവും വായിക്കാൻ നേരമില്ല. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. അടുത്തത്, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. പിന്നെ ഇതാ തനിച്ചു പാർക്കുന്നു ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ഇത് പ്രമാണം കൊടുത്തിരിക്കുക. തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. നിങ്ങൾ സംഖ്യ 24 25 കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഇവർ ജാതികളുടെ കൂടെ എണ്ണപ്പെട്ടു. 25-ാം അധ്യായത്തിൽ വരിക്കുമ്പോൾ ജനം ശിത്തീമിൽ വന്ന് പാർക്കുമ്പോൾ മോവാബ്യർ ഇവരെ ക്ഷണിച്ചു ചടങ്ങിന്. അമ്മാമ്മയൊന്ന് വായിച്ചു, അതോടെ ഏതായാലും വായിക്കല്ലയോ. സംഖ്യാപുസ്തകം 25:1 മുതൽ ഇപ്പൊ 23 വായിച്ചു. 24 25. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ് സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. നിങ്ങൾ വേർപെട്ട ജനമാ, വേർപാട് പാലിക്കണമെന്ന് പറഞ്ഞത് വിട്ടുകളഞ്ഞു. തനിച്ചു പാർക്കാൻ ജനം ജാതികളുടെ കൂട്ടത്തിൽ അവരിപ്പോ താണ്ട് മറ്റവരുടെ കൂടെ ചെല്ലുക.
മോവാബി സ്ത്രീകളുമായി പരസംഗത്തിൽ ഏർപ്പെട്ടു. അടുത്തത് അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് അവര് പറഞ്ഞിപ്പം ഉണ്ണിയപ്പം, പാച്ചോറ്, അടിയന്തരത്തിന് അപ്പന് മെല്ലിപ്പനി ചാകുമെന്ന് 40-ന് അപ്പച്ചൻ മരിച്ചിട്ട് അപ്പച്ചൻ ഇതുവരെ അങ്ങോട്ട് പോയില്ല. ഇതിന് ഓരോ ആണ്ടിങ്ങനെ പൊട്ടനെയൊക്കെ എന്നാ ചെയ്യണമെന്ന്. അപ്പൊ ഇതിന്റെ എല്ലാം ചടങ്ങുണ്ടേ. ഈ ചടങ്ങിനൊക്കെ ഒത്തിരി തരും. ഒരു 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 ഞാൻ തമാശ പറഞ്ഞൊന്നുമല്ല. നിങ്ങൾ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകരുത്. ജാതികൾ ബലികടിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കാ. അതുകൊണ്ട് വാവ്, പെരുന്നാള്, ശബത്ത് ഈ വക സംബന്ധിച്ച് ആരും നിങ്ങളെ വിധിക്കരുത്. ഞാനും നിങ്ങളും വേർപെട്ട ദൈവമക്കളാ. ഇതാ തനിച്ചു പാർക്കണം ജനം ജാതികളുടെ കൂട്ടത്തിൽ. ജാതികൾ കാണിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാതൃകകളും പാരമ്പര്യമൊന്നും നമുക്ക് പാടില്ലെന്നാ ഇതിനെ പ്രമാണം. വേർപാട് പാലിക്കണം. സ്തോത്രം. കർക്കശമായി വേർപാട് പാലിക്കണം. ദൈവത്തിന് മഹത്വം. 6:14 മുതൽ വായിച്ചു നിർത്തിയേക്കാം. ഞാൻ എന്താണ്ട് പുസ്തകം ഇടയ്ക്ക് പിടിച്ചു, അല്ലെ എന്നൊക്കെ അയാൾ പിന്നെയും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 മുതൽ വായിച്ചു. എന്നെ അമ്മാമ്മയ്ക്ക് ഒരു താമസം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നിങ്ങളെ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. പിന്നെ നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു വേർപാടിന്റെ ഉപദേശമാ. പിന്നെ വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ ഒരു കൂട്ടായ്മ. പിന്നെ ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. പിന്നെ ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. പണ്ടൊരാൾ വായിച്ചു കൊടുത്തു, വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. വായിച്ചു കൊടുക്കുക. അമ്മാമ നല്ല ക്ലിയർ ആയിട്ടാ വായിച്ചേ. വിഗ്രഹങ്ങൾക്ക് ദൈവാലയത്തോട് എന്ത് യോഗ്യത. അപ്പൊ ഈ പ്രസംഗിച്ച പുള്ളിക്കും തിട്ടമില്ല. പുള്ളിയും പറഞ്ഞു എന്ത് യോഗ്യത. ഇത് സ്വരത്തിൽ അർത്ഥമുണ്ട്, ചൂടിൽ അർത്ഥമുണ്ട്. ഇത് വേർപാട് പാലിക്കണം. വിശ്വാസി അവിശ്വാസിയുമായി ഇണങ്ങില്ല പെണ. തെളിവുകൾ വാക്യം എടുക്കാനുണ്ട്. ആഗാബും യഹോശാഫാത്തും എല്ലാം കുഴപ്പം പറ്റിയോ? വേഷം മാറി പടയെ കടന്നു. അരാസൈനം പറഞ്ഞു വില്ല് കൊലച്ചാക്കാൻ പറഞ്ഞു. അയാൾ ആകവാള് വെട്ടി. മോളെ കൊണ്ട് കെട്ടിച്ചു. ആഗാബിന്റെ മോൻ മോളെ കൊണ്ട്, ആഗാബിന്റെ മോള് കൊണ്ട് യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഗാബിന്റെ മോൾ ഇസബേലിനെ കെട്ടിച്ചു. പ്രശ്നമുണ്ടായി. ബിസിനസ് തുടങ്ങി. തർശീശിലേക്ക് ഓടാൻ കപ്പല്, ഗോൾഡിന്റെ ബിസിനസ്. തമ്പുരാൻ കിഴക്കൻ കാറ്റടിപ്പിച്ച് പപ്പടം പൊടിക്കും പോലെ കപ്പൽ ഉടച്ചും കളഞ്ഞു. അതായി ആവശ്യമില്ലാത്ത വേർപാട് പാലിച്ചില്ലേ വരുന്നത്. അടിച്ചുടഞ്ഞ വാക്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, എടുക്കാൻ നേരമില്ലാത്തതുകൊണ്ടാ. വേർപാടാ. ഗോൾഡിന്റെ ബിസിനസ്സാ. അടിച്ച് പപ്പടം പൊടിക്കും പോലെ അവൻ കിഴക്കൻ കാറ്റ് കൊണ്ട് തർശീശ് കപ്പലുകളെ അടിച്ചുടച്ചു. അത് ലണ്ടനിലോട്ട് പോയ കപ്പല. തർശീഷ് ലണ്ടനിലാ ബിസിനസ്. ഗോൾഡിൻ്റെത് അടിച്ചുടച്ചു കളഞ്ഞു ദൈവം. തീർന്നില്ല. യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിന് കൊടലി ക്യാൻസർ ഉണ്ടായെന്ന. എന്നിട്ട് ഉദരം പൊട്ടി കൊടല് വെളി ചാടിയാ ചത്തത്. വാക്യമുണ്ട്. ക്യാൻസർ എന്ന് എഴുതിയിട്ടില്ല, വാക്യമാ. കൊടല് വയറ് പൊട്ടി കൊടല് ചാടിയുന്നുണ്ട്. ക്യാൻസർ. പേടിപ്പിക്കാൻ പറഞ്ഞു വന്നതല്ല. വേർപാട് പാലിക്കണം. നിങ്ങൾ അവിശ്വാസിയുമായി ഇണങ്ങില്ല പെണ കൂടരുത്. വിഗ്രഹങ്ങൾക്ക് ദൈവാലയത്തോട് എന്താ യോഗ്യത. പിന്നെ നാം ജീവനുള്ള ദൈവത്തിന്റെ
ദൈവത്തിന്റെ ആലയമല്ലോ. ആലയമാ ഞാനും നിങ്ങളും. ആമേൻ. ജീവനുള്ള കല്ല് യേശു ക്രിസ്തു. ആമേൻ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാന കല്ലുകൾ, മൂലക്കല്ല് ക്രിസ്തു. ആ കല്ലിനോട് ചേർത്ത് എന്നെയും നിങ്ങളെ പണിതുകൊണ്ടിരിക്കുക. ഇത് പണിയുന്നത് പാസ്റ്റർമാരോ റവറന്റുമാരല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ ജീവനുള്ള കല്ലോട് നിങ്ങളും ചേർന്നിട്ട് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. ബാധ വരാതിരിക്കാൻ 1, കുഞ്ഞാടിന് കിടത്ത് ചോരത്തിൽ രക്ഷ. 2, ബാധ വരാതിരിക്കാൻ അവിടുത്തെ കൽപ്പന, സ്നാനം, സ്തോത്രം. 3, ബാധ വരാതിരിക്കാൻ വേർപാട് പാലിക്കണം. വിശ്വസ്തരും വിശുദ്ധരുമായി നമുക്ക് കർത്താവിനെ സേവിക്കാം. ധാരാളം കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര സമയം തന്ന് ഇതുവരെ എന്നെ കേട്ടിരുന്നതിന് ഒത്തിരി നന്ദി. എൻ്റെ ആഗ്രഹം ഒന്നുകൊള്ളു, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അങ്ങ് വരണം. ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്. ഇവിടുത്തെ ജീവിതമൊക്കെ താൽക്കാലികമാകട്ടോ. ഭാര്യ, ഭർത്താവ്, മക്കള്, ബന്ധം, ഇതെല്ലാം ഇവിടം കൊണ്ട് തീരുന്നല്ല. നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, ദൈവത്തിന് മഹത്വം. അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിനുവേണ്ടി ഓടണം. ആരും പട്ടുപോകരുത്, ആരും നശിച്ചു പോകരുത്. അല്പസമയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ നമുക്ക് ഒന്ന് പാടി ഇന്ന് രാത്രി അങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കാറ്റുകന്നെ പോലെ ഗമിക്കോ. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. മധ്യാകാശമണിയറയിൽ കാന്തനുമായി വേല മധ്യാകാശമണിയറയിൽ കൈയടിച്ച് കാന്തനുമായി യേശുവിന്റെ അടിസ്ഥാനം ആശ്രയമവനിലത്തെ. യേശുവിന്റെ അടിസ്ഥാനം ആശ്രയമവനിലത്തെ. അവൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. അവൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. എന്റെ ദേശമിവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല. എന്റെ ദേശമിവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല. എനിക്കായിട്ട് യേശുനായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം. എനിക്കായിട്ട് യേശുനായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം. യേശുവിന്റെ അടിസ്ഥാനം ആശ്രയമവനിലത്തെ. യേശുവിന്റെ അടിസ്ഥാനം ആശ്രയമവനിലത്തെ. അവൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. അവൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. എന്റെ പ്രിയൻ അതിസുന്ദരൻ, 16
എന്റെ അടിസ്ഥാനം ആശ്രയം അവനിലത്ത് അവൻ എന്നെ വഴി നടത്തോ അലയാതെ അവൻ എന്നെ വഴി നടത്തോ അലയാതെ അവൻ എന്നെ വഴി നടത്തോ അലയാതെ അവൻ എന്നെ വഴി നടത്തോ ഞങ്ങളുടെ കുറവുകൾ പൊറുക്കണമേ, ഞങ്ങളോട് ദയ തോന്നണമേ. ഒരു അനർത്ഥമെന്ന് നിങ്ങൾക്ക് ഭവിക്കത്തില്ല, ഒരു മാർഗ്ഗത്തിന്റെ കൂടാരം കണ്ടിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഇന്ന് രാത്രി മാന്യ സഭയിൽ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസനും സഭ മക്കൾക്കും നന്ദി ചൊല്ലുന്നു. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഒരനർത്ഥവും ഭവിക്കത്തില്ല, ഒരു ഭാരയും കൂടാരത്തിലെടുക്കത്തില്ല. നിങ്ങൾ ഓർക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെയും ഞങ്ങളെയും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ചൊവ്വാഴ്ച നാട്ടിലോട്ട് പോകുന്നു, യാത്രയോർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കും. കണ്ണുകൾ അടയ്ക്കാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന രാത്രിയിൽ അഭിഷക്തനെ ഞങ്ങളുടെ നടുവിൽ അയച്ചു. ഹല്ലേലൂയ. നിന്റെ ദാസനോട് കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ അനുഗ്രഹമാക്കി തീർത്തതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ബാധ അടുക്കാനുണ്ടാകുന്ന കാരണത്തെക്കുറിച്ച് നിന്റെ ദാസൻ ഇന്ന് രാത്രി ശക്തമായി ഞങ്ങളോട് പറഞ്ഞല്ലോ. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിപ്പാൻ, ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിപ്പാൻ, രക്ഷിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. കർത്താവ്